അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ എന്റെ പ്രസ്ഥാനം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഇത്രയൊക്കെ കമന്റ് അടിച്ചിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഞാൻ കേട്ടോളൂ ഒറിജിനൽ മുജാഹിദാണ്, അതായത് ഒറിജിനൽ സലഫി. അതിന്റെ പേര് തന്നെ ലജനത്ത് സലഫി എന്ന് വെറുതെ കൊടുത്തതല്ല. ഇപ്പോൾ കേരള നിലവിളക്ക് മുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സക്കരിയ സുലാഹി വിഭാഗം നിങ്ങൾ ആക്ഷേപിക്കുന്ന ആ വിഭാഗത്തിലുള്ള ആളാണ്. ഓക്കെ ഓക്കെ, വളരെ നന്ദി. വളരെ ആർജവത്തോടു കൂടി അദ്ദേഹം ഏത് ഗ്രൂപ്പിലാണുള്ളതെന്ന് വരെ ഏതായാലും പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ മുജാഹിദാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒറിജിനൽ മുജാഹിദിന് ഇപ്പൊ KNM അല്ല അല്ലേ? നിങ്ങൾക്ക് കമ്മിറ്റിയോ മറ്റോ ഉണ്ടോ? അതും കൂടി ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. കമ്മിറ്റി പാടില്ല എന്നോ സിക്രിയ സലാഹിന്റെ തീരുമാനം? സിക്രിയ സലാഹിന്റെ ഗ്രൂപ്പ് ഇപ്പം രണ്ടായിട്ടില്ലേ സുഹൃത്തുക്കളെ? ഫൈസൽ ഗ്രൂപ്പിലാ അല്ലേ? സുഹൃത്തുക്കളൊന്നും അടിച്ചാൽ സെൽഫി അല്ല എന്നാ? മറ്റേ KNM ഒറിജിനൽ അല്ല എന്നായിരിക്കും. അപ്പൊ നിങ്ങളിപ്പം സക്കരിയാന്റെ കൂടിയോ അല്ലെങ്കിൽ ഫൈസലിന്റെ കൂടിയോ ഉള്ളു? നിങ്ങൾ പരിഹരിക്കാന്ന് തോന്നരുത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വ്യക്തമായിട്ട് അവര് പിരിഞ്ഞതാണ് ഇപ്പൊ. അതുകൊണ്ട് നിങ്ങൾ സക്കരിയായുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടോ അതല്ല അന്തം കമ്മി ഫൈസലിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നോളൂ. ഏതായാലും നിങ്ങൾക്ക് ഇപ്പൊ പരിഹസിക്കാൻ അന്തം കമ്മി ഫൈസലിനൊക്കെ കൊണ്ട് പരിഹസിക്കാലോ, അതിപ്പോ പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ കാന്തപുരം മുടിയനാണ്, കള്ളനാണ്, അല്ലെങ്കിൽ കട്ടവനാണെന്നൊക്കെ തിരിച്ചും പറയാം, അത് വിഷയമല്ല. സക്കരിയ സുലാഹി എന്തിന്റെ പേരിലാണ് KNM എന്നുള്ള കള്ളന്മാരുടെ കൂടാരത്തിന് പുറത്തു വന്നത്? അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അദ്ദേഹം ഹക്കിലായ കാലത്തുള്ള അദ്ദേഹത്തിനൊപ്പം. പിന്നെ ചോദിക്കാനുള്ള കാര്യം പറഞ്ഞുതരാം. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് ഇവിടെ നമ്മളെ എന്താണ് ഒരു ലജിന മൂപ്പര് സക്കരിയ സലാഹി വിഭാഗത്തിലാണെന്ന് വളരെ തന്റേടത്തോടുകൂടെ പറഞ്ഞു അല്ലേ? അപ്പോഴാണ് നമ്മളെ റഷീദ് സാഹിബ് കല്ലേരി സാഹിബ് ചോദിച്ചു, അതെ ആ വിഭാഗം രണ്ടായിട്ടുണ്ട്. സക്കരിയ സലാഹിയുടെ വിഭാഗം രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട്. ഒന്ന് അസബിയത്തും മറ്റൊന്ന് ദമ്മാജിയും അല്ലെ? അങ്ങനെ അല്ലേ ഇപ്പൊ സംഭവം? ദമ്മാജിയും അസബിയയും ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? ദമ്മാജിയാണോ അല്ല അസബിയാണോ? ഏതാണ് നിങ്ങളെ കൂട്ടം? അതാണ് നമുക്ക് തിരിയേണ്ടത് എന്നാണ് റഷീദ് സാഹിബ് പറഞ്ഞത്. ദമ്മാജി ആണെങ്കിൽ അത് പറഞ്ഞോളി, അല്ല മറ്റേ അസബി ആണെങ്കിൽ അതും പറഞ്ഞോളി. ഏതാണിപ്പോ നിങ്ങളെ കൂട്ടം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മൈക്ക് വിട്ടു, അതൊന്ന് പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. അല്ല അറിയാൻ വേണ്ടിയാണ് കേട്ടോ, അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതിപ്പം വേറെ ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സില്ല പറയാന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വിട്ടു. നമുക്കിപ്പോ ഇനിയിപ്പോ നിങ്ങൾ പറയാൻ മനസ്സില്ലായിരുന്നു, ആയിക്കോട്ടെ ഖലാസ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ലജ്ന മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. ഏതായാലും നിങ്ങളിപ്പോ പറഞ്ഞു ദമ്മാജി ഗ്രൂപ്പ് എന്ന സാധനം പിന്നെ ഇല്ല. പിന്നെ വേറെന്തോ ഒരു അസബി എന്താ നമ്മള് പറഞ്ഞ അതൊന്നും നമ്മളറിയില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മളാ രണ്ട് ഗ്രൂപ്പിലും പെട്ട ആളല്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഒറിജിനൽ സലഫ് സ്വാലിഹീങ്ങളെ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണ്. അത് ഇതിന്റെ നേതൃത്വം ഇന്ന് സക്കരിയ സുലാഹിക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ഞാൻ ചോദിക്കാൻ അവസരം അപ്പോൾ റഷീദ് സാഹിബ് മൈക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? ചോദിക്കട്ടെ. നിങ്ങൾ ഇതും പറഞ്ഞ് നേരം വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് നമ്മൾ നാട്ടിലിറങ്ങി പല മൂല്യന്മാരോടും പിന്നെ പറയുന്നതാണ്. നീ ചോദിക്കാനുള്ളത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കുറച്ചു മുമ്പ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു മിനിറ്റ് ലജിന, ഒരു ഒറ്റ മിനിറ്റ്. കാരണം നിങ്ങൾ പറഞ്ഞു ഈ സലഫ് സാലിഹീങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടെയാണ് സക്കരിയ സലാഹി ഉള്ളതെന്ന. അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്താതിരിക്കാൻ പറ്റൂല. കാരണം സക്കരിയ സലാഹി അള്ളാഹുവിന് അവയവം ഉണ്ടെന്ന് വാദിക്കുന്നവനാണ്. അവയവം ഉണ്ടെന്ന് കയ്യുണ്ട് കാലുണ്ട് എന്നല്ല, അവയവം ഉണ്ടെന്ന് വാദിക്കുന്നവനാണ്. ഇത് സലഫ് സാലിഹിന്റെ വിശ്വാസമല്ല. സലഫ് സാലിഹീങ്ങളിൽ ആരും അവയവമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സക്കരിയാന്റെ വാദം അള്ളാഹുവിന് അവയവം ഉണ്ടെന്നാണ്. എവിടെ പറഞ്ഞോ? തെളിവ് ചോദിച്ചോ? മുഫാദ എടുത്തു വെച്ചോ? അവയവം എടുത്തു വെച്ചോ? മുഫാദ് മോൻ
ഇവരുണ്ടല്ലോ, ഞാൻ നിങ്ങൾ കണ്ട ധൈര്യത്തിമല്ല പറയണേ. മുഫാദ് മോന്റെ അടുത്ത് ആ ക്ലിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. അവയവത്തിന്റെ ക്ലിപ്പ് മുഫാദ് മോന്റെ കയ്യിലുണ്ട്. അപ്പോ എടുത്തു വെച്ചോ. അപ്പോ ലജ്ന ആ അവയവം ഉണ്ടെന്ന വാദക്കാരനാണ്. അത് സലഫ് സ്വാലിഹീന്റെ വാദമല്ല, അത് കേരളത്തിലുള്ള ഹിന്ദുക്കളുടെ വാദമാണ്. ദൈവത്തിന് കയ്യും കാലും എന്നത് അവയവം എന്നത് മനസ്സിലായില്ലേ? ഒന്ന് പോസ്റ്റോ, എന്ത് പോസ്റ്റ്? അത് ശരി, നിങ്ങളെ നേതാവ് പറയുന്ന വിട്ടിട്ട് നിങ്ങൾ തിരിഞ്ഞിട്ടില്ലല്ലേ? അത് ശരി, എന്നിട്ട് പോസ്റ്റ് ചെയ്യണമല്ലോ. എവിടെ പോസ്റ്റ് ചെയ്യണം? എവിടെ പോസ്റ്റ് ചെയ്യണ്ടെങ്കിൽ അതുകൊണ്ട് പറയും. അതുകൊണ്ട് സലഫിന്റെ മാർഗത്തിൽ സക്കരിയ ഇല്ല. അപ്പൊ നിങ്ങളും സക്കരിയാന്റെ പിന്നിലാ പോണെന്ന് വെച്ചാൽ നിങ്ങളും സലഫിന്റെ മാർഗത്തിൽ ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോ അക്കാര്യമില്ല. സക്കരിയ സലഫിന്റെ മാർഗത്തിലില്ല. കാരണം സലഫിൽ ഒരാളും അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിഷേധിക്ക്. അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് സക്കരിയ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയും. ഞങ്ങൾ വെളിയിച്ചു തരും. അതെന്തെങ്കിലും വിചാരിച്ച് അത് കാണണമെങ്കിൽ മൈക്കെടുത്ത് ചോദിക്ക്, അപ്പൊ കാണിക്കും. ഇൻഷാ അല്ലാഹ് ലജ്ന മൈക്കെടുത്തോ. ഏതായാലും ആവേശം നല്ലതാണ്. പക്ഷെ അത് ഇസ്ലാമിന് വേണ്ടിയിട്ടായിരിക്കണം. പക്ഷെ വിവേകത്തെ മറികടക്കാതിരിക്കട്ടെ എന്ന് മഹാന്മാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന് അവയവമുള്ളവനാണ് എന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞു എന്ന് അലറിയാ പോരാ, എവിടെയോ അത് കാണിച്ചുണ്ടാ. നേരെ മറിച്ച് യദുല്ലാഹി എന്ന് ഹദീസുകൾ വന്ന കാര്യമാണ്. അത് നിങ്ങൾ അതൊരു ശരിയായി കാണിച്ചു എന്താന്നാ പറഞ്ഞത്. ഓക്കെ, അത് കാണിച്ചാൽ ഇപ്പൊ എന്താകും? തീരുമാനാവുമല്ലോ. സക്കരിയ സലഫ് പെട്ടവനല്ല, സലഫിന്റെ വാദം സക്കരിയാന്റെ അടുത്തില്ല, അത് തീരുമാനാവുമല്ലോ. അത് കാണിച്ചു തന്നാൽ അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് സക്കരിയ വാദിക്കുന്നത് കാണിച്ചു തന്നാല് സക്കരിയാക്ക് സലഫിന്റെ വാദമില്ല, സലഫിന് മൂപ്പർക്ക് ഒരു സ്ഥാനമില്ലാന്ന് അത് തീരുമാനാവുമല്ലോ. ഇല്ലേ ലജ്ന? അത് തീരുമാനാവൂലേ? കാണിച്ചു തന്നാൽ തീരുമാനാവുമല്ലോ. അതൊന്ന് വൈക്കെടുത്ത് പറയും. പയ്യോനൊരു കാര്യം പറയണെങ്കിൽ അല്ല, നമ്മളെ മുഫാദ് മോൻ വരികയില്ലേ? ആദ്യം കാണട്ടെ എന്നല്ല. എന്താ നേതാവിനെ പറ്റി പറയുമ്പോ ഇത്ര പൊള്ളല്? അത് പറഞ്ഞൂടെ? വ്യക്തമായിട്ട് കാണിച്ചു തരാം. മൂപ്പര് അവയവമുണ്ടെന്ന് പറയുന്നത് എന്നെ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചു തന്നാൽ മൂപ്പർക്ക് സലഫിൽ പിന്നെ ചാൻസ് ഇല്ലാലോ. കാരണം സലഫിൽ ആരും അങ്ങനെ വാദമില്ലാലോ. കണ്ടോ എന്തൊരു ചൂട സക്കരിയാനെ പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഒരാൾ പറയാ പറയടാ പയ്യോളി. എന്താ വിവേദ്? വെരി ഗുഡ്. സെലഫിന്റെ മാർഗം മക്കളെ ഇത് തന്നെയാണ്. ജനങ്ങൾക്ക് പറ്റില്ലല്ലോ. ഒരാൾ പറയണോ പയ്യോളി, ഒരാൾ കാണിക്കണോ ഖുറാഫി. എന്താണ് കോലം? നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്നുണ്ടോ? എന്നാ പറ, ആൺകുട്ടികളെ പോലെ നിങ്ങളെ നേതാവ് സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ തന്റെ നിങ്ങൾക്ക് കാണട്ടെ. കാണിച്ചു തന്നാൽ അന്ന് ഇവിടുന്ന് പറഞ്ഞോളണം. എന്ത്? സക്കരിയാനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, സക്കരിയും സലഫ് സാലിഹീങ്ങൾക്ക് പുറത്താണ്. നിങ്ങൾ ഇവിടെ തുറന്ന് പറയും വേണം. മൈക്കെടുക്ക്, വ്യക്തമായിട്ട് പറ. സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വാദം കേൾക്കുന്നുണ്ടോ? മൈക്കെടുത്തോളൂ. അത് തന്നെ ഞങ്ങൾ ഈ സുന്നി ഗ്ലോബൽ വോയ്സ് എന്നുള്ള പിന്നെ കൂടറ റൂമിനോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. മുജാഹിദുകൾ കേരളത്തിലെ മുജാഹിദ് ഒന്നടങ്കം വെല്ലുവിളിക്കുന്നു. സക്കരിയ സ്വലാഹി അള്ളാഹുവിന് അവയവമുണ്ട് ഏത് വെച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ധൈര്യം പറഞ്ഞോണ്ടാ. അതിന് മറുപടി സലഫികൾ അപ്പൊ പറഞ്ഞുതരാം. നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാര്, ഇതിനും പിന്നെ മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ കണ്ടതാ. കേട്ടാ കൂതറ 4-5 മുസ്ലിയാക്കന്മാരെ പുല്ലാണ്. ധൈര്യം ഉണ്ടെങ്കിൽ സ്വലാഹി പറഞ്ഞത് കാണട്ടോ. അത് കാണിച്ചോണ്ട് അത് ഒന്നെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യും. സക്കരിയ സ്വലാഹി അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞത് കാണട്ടെ. നേരെ മറിച്ച് യദുല്ലാഹി അള്ളാഹുവിന്റെ വലത്തെ കൈ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ല, മൂപ്പര് പറയാണ് എന്ത്? സക്കരിയ സ്വലാഹി അങ്ങനെ പറഞ്ഞുകൊണ്ട് തെളിയിക്കും. ഞങ്ങൾ തെളിയിക്കാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയണില്ല. നമ്മളെ ലജ്നക്ക് നിഷേധിക്കാനാവണില്ല. കാരണം ലജ്നക്കും അറിയാ ഇവിടെ സുന്നി ഗ്ലോബൽ വോയ്സ് ഒരു കാര്യം പറഞ്ഞാൽ അത് രേഖ ഉണ്ടാകും. കാരണം ഇത് മുജാഹിദിന്റെ റൂമല്ല, ഇത് അഹ്ലുസുന്ന വൽ ജമാഅ സുന്നി ഗ്ലോബൽ വോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അതിന് രേഖ ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ
സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടോ? എങ്കിലല്ലേ തെളിവ് വരണ്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ് സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ തെളിവ്? അത് പിന്നെയല്ലേ ഇപ്പൊ പറയണം, എന്നാലല്ലേ അടുത്തത്. നിങ്ങൾ ഇപ്പൊ പറയണം സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന വാദം നിങ്ങൾക്കുണ്ടോ? തുറന്നു പറഞ്ഞോളി. സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല, പയ്യോളി നോണ പറയാണ്, തുറന്നിങ്ങോട്ട് പറയും. അപ്പൊ ഞാൻ തെളിയിക്കും സക്കരിയ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ സക്കരിയ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കാൾ ഏറെ സക്കരിയാനെ ഞങ്ങൾക്കും അറിയാം. സക്കരിയാന്ന് മാത്രമല്ല കുറെ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്തിനാ പറഞ്ഞു മാനം കെടാൻ നിൽക്കുന്നത്? വെറുതെ എന്തിനാ പറഞ്ഞു മാനം കെടാൻ നിൽക്കുന്നത്? അതുകൊണ്ട് തൊള്ള തുറന്ന് പറയും. ഇവിടെ സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു വാദമില്ല സക്കരിയ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ല, എങ്കിൽ പിന്നെ ചർച്ചയില്ലാലോ. നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു വാദമില്ല, പിന്നെ ഞാൻ എന്ത് തെളിയിക്കാനാ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം സക്കരിയ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും ഞാൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഞാൻ നിഷേധിക്കുന്നുണ്ട് എന്ന് പറയും. മൈക്കെടുക്ക്. അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദെ, സക്കരിയ സുലാഹി എന്നല്ല ലോകത്തൊരൊറ്റ മുസ്ലിമും അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേക വിശിഷ്യ ബഹുമാന്യനായ കാന്തപുരം കൂടാരത്തിന്റെ പേര് സ്വപ്നം, മുജാഹിദുള്ള ചുണക്കുട്ടി, സലഫികളുടെ ധീരനായ നേതാവ് ബഹുമാന്യനായ സക്കരിയ സുലാഹി, കാന്തപുരത്തിന്റെയും പേരോടിന്റെയും പേര് സ്വപ്നമായ ബഹുമാന്യനായ സുലാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ, ആണത്തുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ, അതൊന്ന് തെളിയിക്ക്. മതി. ലോകത്ത് ഒരു മുസ്ലിമും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പര് പറഞ്ഞു. ഏത് അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പറഞ്ഞ ആള് മുസ്ലിം അല്ല എന്ന് ഉറപ്പായല്ലോ മൂപ്പർക്ക് തന്നെ. പറഞ്ഞ ആള് എന്തായാലും മുസ്ലിം അല്ല എന്ന് മൂപ്പര ഭാഷയിലാണ് കേട്ടോ, നമ്മളല്ല. മൂപ്പര് പറയാണ് ലോകത്ത് ഒരു മുസ്ലിമും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞു എന്ന് ഞങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ ഈ സമൂഹത്തോട് തുറന്നു പറയോ സക്കരിയ സലഫിലില്ല, മുസ്ലിം അല്ല? കാരണം നിങ്ങൾ പറഞ്ഞു ലോകത്ത് ഒരു മുസ്ലിമും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ. എന്നാല് പറഞ്ഞു എന്ന് ഞാൻ തെളിയിച്ചു എന്നാ സക്കരിയ മുസ്ലിം അല്ല നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമോ? അല്ല, മുസ്ലിം അല്ല നിങ്ങൾ പറയണ്ട, അത് പോട്ടെ. നിങ്ങൾ സലഫിന്റെ കൂട്ടത്തിൽ സക്കരിയ ഇല്ല നിങ്ങൾ തികച്ചു പറയോ? സലഫിന്റെ കൂട്ടത്തിൽ സക്കരിയ ഇല്ല നിങ്ങൾ തികച്ചു പറയോ? തീർത്തു പറയോ ഇവിടെ? കാരണം എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യം വേണം. അതുകൊണ്ടാ സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു എന്ന് ഞങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ തീർത്തു പറയുമോ സക്കരിയ സലഫിന്റെ വിശ്വാസത്തിൽ ഇല്ല എന്ന് പറയുമോ? മൈക്കെടുത്തോളൂ. അപ്പൊ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ തെളിയിക്കൂ, എന്നിട്ടല്ലേ നിഷേധിക്കില്ല. ഒരു വാദം പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട വാദ്യത പറഞ്ഞവൽക്കാണ്. ഞാൻ പറയുന്നു സക്കരിയ സുലാഹി എന്നല്ല ലോകത്തൊരൊറ്റ മോമിന് സത്യവിശ്വാസിയായ കാന്തപുരത്തിന്റെ അമ്മോനെ മുടി കുറിച്ച് മണ്ടന്മാരൻ അല്ലാതെ ലോകത്തൊരൊറ്റ മുസ്ലിമും അങ്ങനെ പറഞ്ഞിട്ടില്ല. മുടി കുറിച്ച് മണ്ടന്മാരൻ അല്ലാതെ ലോകത്തൊരൊറ്റ മുസ്ലിമും അങ്ങനെ പറഞ്ഞിട്ടില്ല. പടച്ചോനെ, അമ്മൂന്റെ മുടി മുറിച്ച മണ്ടൻ സക്കരിയ ആണ് എന്ന് വ്യക്തമാക്കാൻ പോവുകയാണല്ലോ. അമ്മൂന്റെ മുടി മുറിച്ച മണ്ടന്മാരെ അങ്ങനെ പറയുള്ളൂ എന്നാണ്. അപ്പൊ അമ്മൂന്റെ മുടി മുറിച്ച ആരാന്ന് കുറെ കാലമായിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിറക്കേനി. ആരാ അപ്പൊ അമ്മൂന്റെ മുടി മുറിച്ച ആള്? ഏതായാലും ഇപ്പൊ അത് വ്യക്തമാക്കാൻ പോവുകയാണ്. അമ്മൂന്റെ മുടി മുറിച്ച ആ മണ്ടൻ സക്കരിയ ആണെന്ന്. ഉഫാദ് മോൻ, ഇനി ഏതായാലും കൂടുതൽ നീട്ടണ്ട, അതിട്ട് ഇട്ട് കൊടുക്കുക. ഉഫാദ് മോൻ റൈസാൻഡ് ചെയ്തോളൂ. അന്ന് ഇട്ട് കൊടുത്തേക്ക്. ലജിനക്ക് അതിന്റെ പൂതി തീരാണെങ്കിൽ അതിന്റെ തീർന്നോട്ടെ. കേട്ടോ ഇതാ ഇങ്ങനെ പ്രിയപ്പെട്ട സലഫി ഇതാ വരുന്നു, അല്ലാഹ്ക്ക് അവയവം ഉണ്ട്. കേട്ടോ ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നുമൊക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്.
അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. സൃഷ്ടികളെ പോലെ എന്തുക്കളെ അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ഖുർആനിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. പറയുന്നു അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നിങ്ങൾ കേട്ടു, ഞാൻ മുമ്പേ കേട്ടതാണ്. ലജ്ന കേട്ടപ്പോ അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്നും മറ്റൊക്കെ മുജാഹിദീങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ആരോപണം. അത് ശരി തന്നെയാണ്, അവയവം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഖുർആന്റെ ഹദീസിലൊക്കെ വന്നതാണല്ലോ അവയവം ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? അവയവം എന്നെന്താ പറയണു മൂപ്പര്? അള്ളാഹ്ക്ക് അവയവം ഉണ്ട്. മനസ്സിലായോ? ഇനി നിങ്ങളൊന്ന് മൈക്കെടുത്തിട്ട് പറയും. ഇനി ഞങ്ങൾ സി ഡിയുടെ അവിടെ, ഞങ്ങളിവിടെ സി ഡി ഇടാ, മൂപ്പര് സി ഡി കംപ്ലീറ്റ് ഇടാ. 2 മണിക്കൂർ സി ഡി അല്ലെങ്കിൽ 2.5 മണിക്കൂർ സി ഡി. ഉളുപ്പില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണ്ട ജനങ്ങള്. കാരണം അവയവം ഉണ്ടെന്ന് അദ്ദേഹം ഖുർആനിലുണ്ടെന്നാ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന അങ്ങനെ മുസ്ലിം പറയില്ല. പറഞ്ഞ സക്കരിയ ആരാണ്? അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് സക്കരിയ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇല്ലയോ? അങ്ങനെ ഖുർആനിലുണ്ടെന്ന് സക്കരിയ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇല്ലയോ? നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? അത് മുസ്ലിം അങ്ങനെ പറയില്ല എന്നാ. നിങ്ങളാ ഭാഷയിൽ സക്കരിയ മുസ്ലിം അല്ല. മനസ്സിലാക്കിക്കോ. എന്തെങ്കിലും വിവരക്കേട് പറയാ. മണ്ടത്തരത്തിന് കയ്യും കാലും പോലത്തെ വർത്താനം പറയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം നിങ്ങൾ നിഷേധിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ, ഇവിടെ ഞങ്ങൾ പറയുന്ന തെളിവുണ്ടാവും. ഇപ്പൊ എന്റെ മണ്ടത്തരം പറയാ. അല്ല, ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് കിട്ടുമോ? അതെന്നാ പറഞ്ഞ നിങ്ങൾ തീരുമാനിച്ചത് ആദ്യം. അത് നിങ്ങൾ തീരുമാനിക്കണ്ട, ഞങ്ങളല്ല തീരുമാനിച്ചത്, നിങ്ങൾ തീരുമാനിച്ചതാണ് ലജ്ന. നിങ്ങളാ ആദ്യം പറഞ്ഞത് എന്ത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവയവം ഉണ്ടെന്നൊരു മുസ്ലിം പറയൂല, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ തീരുമാനിച്ചല്ലോ. ഇവിടുന്ന് ഞങ്ങൾ തീരുമാനിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തീരുമാനിച്ചു. അതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് സക്കരിയ അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വീക്ഷണത്തിൽ സക്കരിയ മുസ്ലിം അല്ല, അങ്ങനെ ഒരു മുസ്ലിം പറയില്ല. ഇപ്പൊ തിരിഞ്ഞ ലജ്ന മണ്ടത്തരം എവിടെയാ ഉള്ളത് എന്ന് മനസ്സിലായോ? അപ്പൊ സക്കരിയ സലാഹി നിങ്ങളെ വീക്ഷണത്തിൽ മുസ്ലിം അല്ല ലജ്ന. നിങ്ങൾ പറഞ്ഞല്ലോ സലഫുകളുടെ പാതയിൽ അടിയർത്തി നിൽക്കുന്ന ആളാണ് സക്കരിയ എന്ന് പറഞ്ഞ ആ സക്കരിയ നിങ്ങളെ വീക്ഷണത്തിൽ പോലും മുസ്ലിം പോലും അല്ല. അത് പോണാല് കണ്ട ആഖിറത്തില് ആരോ രക്ഷിക്കും. അത് വിട്, ഇപ്പൊ ചർച്ച വിടുകയാണല്ലേ. സക്കരിയ സലാഹി അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സലഫിന്റെ ഭാഷ്യമാണോ ഖുർആന്റെ ഭാഷ്യമാണോ? നമുക്കതാ അറിയണ്ട്. നിങ്ങൾ പറഞ്ഞെന്താ ഒരു മുസ്ലിം അങ്ങനെ പറയൂല എന്നാ. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വൈക്കിരിക്ക്. നിങ്ങളുടെ അടുത്തുള്ള തെളിവ് ഭയങ്കര തെളിവാണ് ഇപ്പൊ മനസ്സിലായത്. അതായത് ആ ക്ലിപ്പിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ കേൾപ്പിച്ചതോ അള്ളാഹുവിന് അവയവം ഉണ്ടെന്നാണ് മുജാഹിദുകളുടെ വിശ്വാസം എന്ന് നിങ്ങളെപ്പോലുള്ള ഖുറാഫികൾ ആരോപിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന് അവയവമുണ്ട്. എന്നിട്ട് അതിന്റെ വിശദീകരണമാണ് പറയുന്നത്. എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ കണങ്കാൽ എന്നൊക്കെ ഹദീസിനും ഖുർആനിലും വന്ന കാര്യമാണ്. അത് നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാരെ പോലെ നിങ്ങളെപ്പോലുള്ള മന്ദബുദ്ധികൾ അലവിയുള്ള മണ്ടന്മാർ അത് വിചാരിക്കുന്നു. അള്ളാഹുവിനെ ഒരു ചുറ്റിയോട് ഉപമിക്കാൻ പാടില്ല. അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണങ്കാൽ, അള്ളാഹുവിന്റെ വജ്ഹുള്ള എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോലൊരു മുസ്ലിയരമായി നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്നു. ആ വിശ്വാസം ലോകത്തിൽ മുസ്ലിമിന് പാടില്ല എന്ന് അദ്ദേഹം അവിടെ വിശദീകരിക്കാണ് ഉണ്ടായി. അത് വിശദീകരിക്കുക അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം മുറിച്ച് കേൾപ്പിച്ചാൽ ഇതിന് നല്ല സൂപ്പർ ക്ലിപ്പിട്ട് എന്ന് ആഘോഷിക്കാം. അതിന് അത് നല്ല ഖുറാഫ് എന്ന പേര് കണ്ടതും കേട്ടും വിശ്വസിക്കുന്ന മണ്ടന്മാരെന്നുള്ള അർത്ഥം നിങ്ങൾക്ക് വരുള്ളൂ. യഥാർത്ഥം ഒന്ന് നിങ്ങൾ
അവിടെ സക്കരിയ സലാഹി തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് മുജാഹിദ് വിശ്വസിക്കുന്നു എന്ന് സുന്നികള് ആരോപിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പറയാ ആരോപണം എന്ന് പറയാൻ പറ്റൂല എന്നാ മൂപ്പര് വരുത്തി തീർക്കണേ. മൂപ്പര് പറയുന്നത് ഉണ്ട്, അത് സത്യം തന്നെയാണ്. അവയവം അള്ളാഹ്ക്ക് ഉണ്ട്. ഉണ്ടോ? അള്ളാഹ്ക്ക് അവയവം ഉണ്ടോ? ഉണ്ടോ? നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞേ? അങ്ങനെ ഒരു മുസ്ലിം പറയില്ല. ഇപ്പൊ നിങ്ങൾ എന്താ പറയണേ? ഉണ്ട് അല്ല. സക്കരിയ എന്താ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഉണ്ട്. ഖുർആൻ തന്നെ എന്നല്ലേ അത് വിശദീകരിച്ച് സക്കരിയ അവയവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. നേരത്തെ എന്താ പറഞ്ഞത്? അങ്ങനെ ആര് പറഞ്ഞില്ല? സക്കരിയ ഇന്നെന്താ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ല പറഞ്ഞത്. മുജാഹിദീങ്ങൾ അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഖുറാഫികൾ പറയണത്, ആരോപിക്കുന്നത്. അള്ളാഹ്ക്ക് അവയവം ഉണ്ട്, അത് ഖുർആനിലും ഹദീസിലും വന്നതാണ്. അപ്പൊ നമ്മൾ ആരോപണം ശരിയാണ്. മുജാഹിദീങ്ങൾ അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന സുന്നികളുടെ ആരോപണം ശരിയാണെന്ന് സക്കരിയ സലാഹി അവിടെ അടിവരയിട്ട് പറയുന്നു. നിങ്ങൾ പറയുന്നു അങ്ങനെ ഒരു മുസ്ലിം പറയില്ല. അപ്പൊ പറഞ്ഞ സക്കരിയ ബൈ ബൈ. എനിക്ക് കഴിഞ്ഞല്ലോ. ഇങ്ങനെ കാഴ്ചപ്പാടിൽ ഔട്ട് ഓഫ് കവറേജ് ആയിപ്പോയി. ഇനി ഒരു രക്ഷയില്ല രചന. ഇങ്ങനെന്ത് ചെയ്യും? പാവം സക്കരിയാനോട് മുസ്ലിം ആവാൻ പറയും. ഇങ്ങളെ വീക്ഷണം കേട്ടാ, ഇങ്ങളെ വീക്ഷണം. അല്ല, സക്കരിയ ആഖിറത്ത് പോയി പറഞ്ഞ കാര്യമല്ല, ദുന്യാവിന്ന് സീഡി ഇറങ്ങിയതായി പറയുന്നത്. പക്ഷേ ഇങ്ങനെ കേട്ടില്ല. ഇപ്പൊ പറഞ്ഞത് സക്കരിയാണ്. സക്കരിയ ആഖിറത്ത് പോയി പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്, ദുന്യാവിന്ന് സീഡി ഇറങ്ങിയ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അതിനാണ് ക്ലിപ്പിട്ടെന്ന് കേൾപ്പിച്ചത്. അത് ശരി, എവിടെ പറഞ്ഞു എന്നാ? സക്കരിയാന്റെ ക്ലിപ്പ് എന്നിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നല്ലേ? എന്നിട്ട് പാപം കരുന്നാണ്ട് മൂക്കൊണ്ട് വരയ്ക്കുക. നേരത്തെ പറഞ്ഞു ആ ഉസാറൊക്കെ പോയി. ഇപ്പൊ സക്കരിയാനെ കാഫിറെന്ന് അറിയാണ്ട് വിളിച്ചുപോയ സങ്കടത്തിലാ ലജ്ന. അറിയാണ്ട് മൂപ്പര് മുസ്ലിം അല്ലാന്ന് പറഞ്ഞു പോയ ആ വിഷമത്തിലാ. പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്തിച്ചോ, ഞങ്ങളിവിടെ സുന്നിയോപരിന്ന് പറയുമ്പോ വിമർശിക്കാനും പ്രതികരിക്കാനും കഴിയാത്ത വിഷയമാണെങ്കിൽ മറ്റെല്ലാ മൗലവിമാരും താഴത്ത് റാമൂലികളെ പോലെ കുത്തിരിക്കണേ കണ്ടില്ലേ? അതേപോലെ അനങ്ങാണ്ട് കുത്തിരിക്കുക. എത്ര ചവിട്ടിയാലും വേണ്ടിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, എത്ര ചവിട്ടിയാലും വേണ്ടിയില്ല, എത്ര കുത്തിയാലും വേണ്ടിയില്ല. നമ്മക്കത് തൊടാൻ പറ്റാത്ത കൊണ്ട് തൽക്കാലം ആ വഴിക്ക് നമ്മൾ പോകണ്ട. വെറുതെ എന്തിനാ നമ്മൾ മാനം കെടാൻ നിൽക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കുത്തിരുന്നാ മതിയേനും. എന്നാ ഈ വാസനത്തരത്തിലാവൂലും. ലജ്ന, നിങ്ങൾ എന്ത് കരുതി ഇവിടെ ഒരു കാര്യം പറയുമ്പോ അതിന് തെളിവുണ്ടാവൂലെന്നോ? അല്ലെങ്കിൽ തോന്നിയ മാതിരി ഇതെന്താ നിങ്ങളെ മുജാഹിദ് റൂമാ? അതുകൊണ്ട് എന്റെ കുട്ടിയെ പഠിച്ചു വെച്ചോ. സക്കരിയ സലാഹി നിങ്ങളെ വീക്ഷണപ്രകാരം ദീനുൽ ഇസ്ലാമിനില്ല, ഒരു മുസ്ലിം അങ്ങനെ പറയൂല എന്നാണ് പറഞ്ഞ സക്കരിയ. നിങ്ങളുടെ വീക്ഷണത്തിൽ മുസ്ലിം അല്ല. യാക്കൗമ് തക്ബീർ ചൊല്ലിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഓലോട് എന്തായാലും മുജാഹിദ് തക്ബീർ ചൊല്ലൂല, അതുറപ്പാ. കാരണം അള്ളാഹ് മഹാനാന്ന് പറയുന്നത് അതല്ല ഇപ്പൊ തക്ബീർ. അത് ചൊല്ലാനിപ്പോ നിങ്ങളെ കിട്ടൂല. നിങ്ങള് അദ്ദജ്ജാലു അക്ബർ എന്ന് പറഞ്ഞോളി, അതിന് നിങ്ങൾക്ക് പറ്റുമല്ലോ. അദ്ദജ്ജാലു അക്ബർ. സക്കരിയ സലാഹി അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞോളി അദ്ദജ്ജാലു അക്ബർ. എന്താ എളുപ്പാവൂ. നമ്മക്ക് പിന്നെ അള്ളാഹു അക്ബർ പറയാൻ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുട്ടിയെ ഇമാതിരി തൊള്ളപ്പൊട്ടൊന്നും കൊണ്ട് ഇവിടെ കഴിച്ചിലാവില്ല. മര്യാദക്ക് ഇങ്ങോട്ട് പറയും. സക്കരിയ സലാഹി നിങ്ങളെ വീക്ഷണത്തിൽ മുസ്ലിം ആണോ അല്ലേ? വേഗം പറയും, വേഗം തീരുമാനാക്കാലോ. നിങ്ങളെ വീക്ഷണത്തിൽ സക്കരിയ മുസ്ലിം ആണോ അല്ലേ? നമ്മൾക്കോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തിന് തസ്ബീഹിലേക്ക് കുതിർക്കുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് അവയവം ഉണ്ടെന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് നിങ്ങളെ പോലുള്ള ഖുറാഫികൾ പറയുന്നു എന്നാണ് തുടക്കത്തില്. ബാക്കി ഭാഗം എന്താ? യദുല്ലാഹി വജുഹുല്ലാഹി എന്ന പോലുള്ള ഹദീസിനെ വിശദീകരിച്ച് സംസാരിക്കുകയാണ്. അത് അവിടെ വെച്ച് കട്ട് ചെയ്ത ഫുള്ള് കേൾപ്പിക്കണോ? നാട്ടിലും മാണത്തുമുള്ള കാന്തപുരം കൂടെ ഇറത്തി അന്നത് എന്നുള്ള ഏതെങ്കിലും ഒരു ഖുറാഫി മുസ്ലിയായാലും സക്കാഫി ആയാലും സാഹിയായാലും ദാരിനായാലും ഏത് ബിരുദധാരി ധൈര്യണ്ടെങ്കിൽ ആ ക്ലിപ്പിന്റെ അല്ല മുത്തോ അല്ലോണം കൊണ്ടിട്ടുണ്ടല്ലോ, നല്ലോണം കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. കാരണം സ്വന്തം കണ്ണാടി നോക്കിയിട്ടാ വിളിച്ച ഇച്ച് മുസ്ലിക്കാരാൻ, ഇച്ച് ദീനിലില്ലതാൻ.
ഇല്ലേ? സ്വന്തം വിളിച്ച കണ്ടീഷനായി പോയില്ലേ നിങ്ങളെ നേതാവിനെ കുറിച്ച് പറഞ്ഞത്? കാരണം ഒരു മുസ്ലിം അങ്ങനെ പറയില്ല. പറഞ്ഞതാരാ? സക്കരിയാത പറയണു അള്ളാഹ്ക്ക് അവയവം ഉണ്ട്, അത് ഖുർആനിലുണ്ടേനോ. ആയത്തേറിയിട്ട് വിശദീകരിക്കുക അള്ളാഹ്ക്ക് അവയവമുണ്ട്. സെലഫ് എന്താ പറഞ്ഞത്? അവയവുണ്ട് എന്നാ. അത് വജ്ഹ് എന്ന് പറഞ്ഞ അവയവം എന്നാ സെലഫിന്റെ മാർഗം. ഇങ്ങനെ കാണിച്ചു തരുമോ? ഇല്ല, സെലഫ് പറഞ്ഞിട്ടില്ല, നിങ്ങളും പറഞ്ഞില്ല, ആര് ലജ്നയും പറഞ്ഞില്ല. ലജ്ന എന്ത് പറഞ്ഞു? അങ്ങനെ അവയവമുണ്ട് അള്ളാഹ്ക്ക് എന്ന് ഒരു മുജാഹിദും പറയൂല, ഒരു മുസ്ലിമും പറയൂല. നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചേക്ക് ലജ്ന, അവയവമുള്ള പടച്ചോനിൽ വിശ്വസിക്കുന്ന മുജാഹിദ്, നിന്റെ ദൈവം ഹൈന്ദവരുടെ അമ്പലത്തിൽ കൊത്തിവെച്ച വിഗ്രഹത്തിന് സമാനമല്ലേ? മുജാഹിദ് മതമേ നിന്റെ ദൈവം അവയവങ്ങളും കയ്യും കാലും തലയും വാലും ദംഷ്ടികളും കണങ്കാലുമുള്ള ദൈവം അല്ലേ? അമ്പലങ്ങളിലല്ലേ ഇങ്ങനെയുള്ള ദൈവത്തിനെ കാണുക? ആ ദൈവത്തിനെയല്ലേ മുജാഹിദ് നീ നിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്? നീയാണോ മുസ്ലിം? നിന്റെ പേരാണോ മുസ്ലിം? അത് ശരി, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അമ്പലത്തിലും ക്രൈസ്തവതയുടെ ദേവാലയങ്ങളിലും കൊത്തിവെച്ച ദൈവത്തിന് സമാനം, ദൈവത്തിനെ പ്രതിഷ്ഠിച്ച മുജാഹിദ്. നിന്റെ പേര് മുജാഹിദോ? നിന്റെ പേര് മുസ്ലിമോ? ആരാ നിനക്ക് ഈ പേരിടുന്നത്? ചിന്തിച്ചു നോക്കേ. ഇത് വെറുതെ പറഞ്ഞ അവയവമുള്ള ദൈവം, കൈയുള്ള ദൈവം, തലയുള്ള ദൈവം ഖിയാമത്ത് നാളാകുമ്പോ കൈയും കാലും അവയവങ്ങളെല്ലാം നശിച്ച് മുഖം മാത്രം ശേഷിക്കുന്ന ദൈവം, അങ്ങനെ കൈയും കാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ദൈവം. ഓ എന്റെ മുജാഹിദ്, നിന്റെ മതമേതാ? നീ മുജാഹിദ് മത, ഇസ്ലാം മതമല്ല. പഠിച്ചോ? പഠിച്ചു വെച്ചോ? നിന്റെ മതം മുജാഹിദ് മതമാണ്, ഇസ്ലാം മതമല്ല. എന്നിട്ട് പറയാ കിടന്ന്. അതുകൊണ്ട് ആവൂല രചന, വെറുതെ മണ്ടത്തരം വിളമ്പണ്ട. ആ വിഷയത്തിൽ കയറിയാലുണ്ടല്ലോ നിങ്ങളെ കയ്യിൽ പൊള്ളും, ഞങ്ങൾക്കറിയാം. വൈക്കെടുക്ക്. ഇങ്ങനെ നല്ലക്ക് ആവേശഭരിതരാക്കി പ്രസംഗിക്കാനാണെങ്കിൽ പറ്റും. അതിനെപ്പറ്റി വിഷയമാണല്ലോ. അതിനല്ല ഞാൻ തുടക്കം മുതലേ ചോദിച്ചത്. ബുദ്ധിയുള്ള നിങ്ങളുടെ റൂമിലുള്ളവരൊക്കെ പണ്ടേ എനിക്കൊരു ശ്രുതി ഉണ്ടായിരുന്നു. നിങ്ങളെ ഐഡികളിലൊക്കെ കുറച്ച് ആവറേജ് ബുദ്ധിയില്ലാത്തവരാണ് അഥവാ സമസ്തയ്ക്ക് പോവുള്ളൂ. ആ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ ആ യാക്കോമിനെ എല്ലാം ഉഷാറാക്കി തെറ്റിക്കുറി ചെല്ലിച്ച് ഇങ്ങനെ നിർത്താൻ പറ്റും. ബുദ്ധിയുള്ള ശരാശരി ബുദ്ധിയുള്ളവനാ മുജാഹിദാവുള്ളൂ. അവരുടെ മുമ്പിൽ നിങ്ങളെ ഈ വലിപ്പ പ്രശ്നങ്ങളൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. സലഫുകളുടെ ലോകത്ത് ഒരു മുസ്ലിമീങ്ങളും പറയില്ല അള്ളാഹുവിനെ അവയമുണ്ട് മുജസ്സിമീങ്ങളെ വാദാടത്തി. നേരെ മറിച്ച് യദുല്ലാഹി വജുഹുല്ലാഹി, അള്ളാഹുവിന്റെ കണങ്കാൽ എന്ന് പറഞ്ഞ ഹദീസുകളില്ലേ. എന്ന് നിങ്ങൾക്ക് ഹദീസ് വേണ്ടല്ലോ. നിങ്ങൾ മദ്ഹബിന്റെ കോച്ചക്കന്മാരെ അന്ധമായി തൊണ്ടതോടായി വിങ്ങുന്ന മൊരത്ത മുക്കല്ലീങ്ങളല്ലേ. നിങ്ങൾക്ക് മദ്ഹബിന്റെ ഇമാമി എന്തെങ്കിലും തോന്നി എതിച്ചാൽ മതി. അവർക്ക് തോന്നിയത് അവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ അന്ധമായി പിൻപറ്റണമെന്ന്. പക്ഷെ നിങ്ങളെപ്പോലുള്ള മണ്ടന്മാർ, മുസ്ലിയാക്കന്മാർ ആളുകളെ. സംഭവമൊക്കെ ശരിയാണ്. ഞങ്ങള് മരത്ത മുക്കല്ലി തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. അഭിമാനത്തോട് കൂടി തന്നെ പറയാ, ഞങ്ങൾ കടുത്ത മുക്കല്ലിതാ, ഒരു സംശയം വേണ്ട. പക്ഷെ ഞങ്ങൾക്കിപ്പോ പ്രശ്നം എന്താ അറിയോ? നിങ്ങളെ ദൈവം ഏതാന്നാ? നിങ്ങളെ ദൈവം അള്ളാഹു ആണെന്ന് നിങ്ങൾ പറയണ്ടേ. നിങ്ങൾ അതിന് വേറെ എന്തെങ്കിലും കച്ചടപ്പാണോ കുച്ചടപ്പാണാക്കാൻ പേരിട്ടോളി. ഇന്നപ്പോ ഈ ഇൽത്തിബാസ ഒഴിവായി കിട്ടും. കാരണം കയ്യും കാലും തലയും വാലുമുള്ള ദൈവം. എന്നിട്ടോ ഖിയാമത്ത് നാളാവുമ്പോ നിങ്ങൾ ആലോചിച്ച് മുജാഹിദിന്റെ ദൈവത്തിന്റെ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കണ്ടില്ലേ സൂറത്തുർ റഹ്മാൻ? നിങ്ങൾ നോക്ക്, അള്ളാന്റെ മുഖം മാത്രം ബാക്കി ഉണ്ടാവും. ഇവരുടെ ദൈവത്തിന്റെ മുഖം മാത്രം ബാക്കി, കയ്യും കാലും തലയും പാലും എല്ലാം നശിച്ചു പോകും. അങ്ങനത്തെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന മുജാഹിദാണിത്. ദൈവത്തിന്റെ കൈ കാല് ഇപ്പൊ മുപ്പത് കണങ്കാലുണ്ട്, പുറവുണ്ട്, ഊരയുണ്ട്, കയ്യിന്റെ എണ്ണമുണ്ട്, പിന്നെ ചന്തിയുണ്ട്, പിന്നെ എല്ലാം ഉള്ളൊരു ദൈവം. ആ ദൈവത്തിന് നിങ്ങൾ നോക്കിയട്ടെ. ആ ദൈവം ശരിക്കും നമ്മൾ കാണൽ എവിടെയാ? അമ്പലത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ കാണുക. എവിടെ? അമ്പലത്തിന്റെ മുന്നിലുണ്ടാകും
ആ ചിത്തകഥ കളിച്ചുകൊണ്ട് കുറെ എണ്ണത്തിനെ കൊത്തി വെച്ചിരിക്കുന്നു. ചിത്തകഥ കളിച്ചുകൊണ്ട് കുറെ എണ്ണത്തിനെ കൊത്തി വെച്ചിട്ടുണ്ടാകും. അതേ ദൈവം ഇവരുടെ ഹൃദയത്തിൽ ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുക. ഏത്? എന്നിട്ട് പേര് പറയാ അള്ളാന്ന്. അള്ളാന്നുള്ള പേരും പറയാ. എന്നിട്ട് ഇങ്ങനെ കയ്യും കാലും തലയും പാലും ഒക്കെ ഉള്ള ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് ഇവരാണേലോ മുസ്ലിമേ. ഈ മുജാഹിദിന്റെ പേര് മുസ്ലിം എന്നും. അതിന്റെ കഷ്ടം. ലജന എന്താ നിങ്ങൾ പറയുന്നത്? മണ്ടത്തരം പറയുമ്പോ ആലോചിക്കണ്ടേ? നിങ്ങളെ സത്യം പറയാ, നിങ്ങളെ ദൈവത്തിന്റെ കയ്യും കാലും ഒക്കെ നശിച്ചു പോവുകയോ ഇല്ലയോ? പറയും. നിങ്ങളെ ദൈവത്തിന്റെ കയ്യും കാലും ഒക്കെ നശിച്ചു പോവുകയോ ഇല്ലയോ? ഖിയാമത്ത് നാളാകുമ്പോ നിങ്ങളെ ദൈവത്തിന്റെ കയ്യും, എന്റെ ചോദ്യത്തിന് മറുപടി പറ. ശരി, നമുക്ക് ഖുർആൻ കൊണ്ടുവെക്കാലോ. നിങ്ങളെ ദൈവത്തിന്റെ അള്ളാന്റെ അല്ല, മുജാഹിദ് മതത്തിന്റെ ദൈവത്തിന്റെ കൈകാലുകളെല്ലാം നശിച്ചു പോകുമോ ഇല്ലയോ? എന്റെ ചോദ്യം അതാ. അതിനൊന്ന് മറുപടി പറഞ്ഞാട്ടെ വേഗം വയ്ക്കിരിക്കും. മുജാഹിദ് മതം നിങ്ങൾ പറയുന്നുണ്ടാകാം, കാന്തർ മതം ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു പറയാം. പക്ഷെ ഞാൻ ഇസ്ലാം മതം, മുജാഹിദുകൾ വിശ്വസിക്കുന്ന, സലഫ് സ്വാലികൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് കണങ്കാലുണ്ട്, കയ്യുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് റസൂല് പഠിപ്പിച്ചെന്ന കാര്യം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ചിലപ്പോ നിങ്ങൾ ദൈവം കാന്തപുരായിരിക്കും, അയാൾക്ക് കയ്യും കാലൊക്കെ കൂടുതലുണ്ടെന്നാ കേട്ടത്, അള്ളാഹുവിടെ അറിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് അള്ളാഹ് റസൂല് പഠിപ്പിച്ചതാണ്. യദുല്ലാഹിന് അള്ളാഹ് റസൂൽ. ലജ്ന, എന്റെ ചോദ്യം എന്താ അറിയോ? കയ്യും കാലും ഉണ്ടോ കണങ്കാലുണ്ടോ എന്നല്ല, ഇതെല്ലാം നശിച്ചു ഖിയാമത്ത് നാളിൽ അറിയേണ്ടത്. നിങ്ങളെ ദൈവത്തിന്റെ കയ്യും കാലും തലയും പാലുമല്ലോ നശിച്ചു പോകുമോന്ന് എനിക്കറിയേണ്ടത്. ഈ അവയവങ്ങളെല്ലാം നശിച്ചു പോകുമോന്ന് എനിക്കറിയേണ്ടത്. അതാ എന്റെ ചോദ്യം. ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങളെ ദൈവത്തിന് അതെല്ലാം ഉണ്ട്. കൈയുണ്ട്, കാലുണ്ട്, അതുപോലെ തന്നെ ഊരുണ്ട്, ചന്തയുണ്ട്, കണങ്കാലുണ്ട്, പിന്നെ എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഖിയാമത്ത് നാളിൽ ഇതെല്ലാം നശിച്ചു പോകുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. അതിനാ മറുപടി പറയേണ്ടത്. മൈക്കിടിക്ക്. നിങ്ങൾ തന്നെ ഇപ്പൊ ഖുർആൻ ഓതി തെളിയിച്ചില്ലേ? അള്ളാഹുവിന്റെ മുഖം മാത്രം അവശേഷിക്കും എന്ന് അള്ളാഹു താല പറഞ്ഞതല്ലേ? പിന്നെ നിങ്ങൾ കയ്യും കാലും ഉണ്ടാവോ എന്നൊക്കെ നിങ്ങൾ അത് അവശേഷിക്കോ? അത് നിങ്ങളിപ്പോൾ പേരോട് പണ്ട് ഇയാള് പിന്നെ അന്തർഗമ്യായ അലവി ചോദിച്ചില്ലേ, എന്താ ഏർവാടിയിലെ തീ പിടിച്ചപ്പോ എന്തേ അവിടുത്തെ ഷെയ്ഖിന് കാക്കാൻ കഴിഞ്ഞത് തിരിച്ചു ചോദിച്ചു മണ്ടൻ. ഓലോക മണ്ടൻ അള്ളാഹിനെ പിന്നെ തിരിച്ചു കളിയാക്കുന്ന പിന്നെ മക്ക മുസ്ലിക്കുകൾ പോലും പറയാത്ത വാദമാണ് അവർ പറഞ്ഞത്. അതേ വാദം നിങ്ങൾ പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് കൈയുണ്ട്, പിന്നെ മുഖമുണ്ട്. പരിശുദ്ധം അള്ളാഹിന്റെ പരിശുദ്ധത്തെ യോജിച്ച രൂപത്തിൽ എങ്ങനെയാണ് നമുക്കറിയില്ല. രൂപം നമ്മൾ വർണ്ണിക്കാൻ പാടില്ല. അതൊരിക്കലും നശിക്കുകയില്ല, ഖിയാമത്തിൽ നശിക്കുകയില്ല. ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. അള്ളാഹു കാല പിന്നെ സ്ഥലകാലങ്ങൾക്ക് അതീതനായ പടച്ചവനാണ്. ആ അള്ളാഹു ഒരിക്കലും നശിക്കൂല. ഹലോ, ഈ ഷബീർ പറഞ്ഞത് മദഹബിന്റെ ഇമാമികളെ അനുകരിക്കേണ്ട, പക്ഷെ സക്കരിയാൻ അന്ധമായിട്ട് അനുകരിക്കാന്നല്ലേ? അതിൽ നല്ലത് മദഹബിന്റെ ഇമാമികളെ അനുകരിക്കുന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന സക്കരിയാൻ എങ്ങനെ അനുകരിക്കുക? കുറച്ചു കഴിഞ്ഞാൽ അത് മാറ്റൂല എന്തോ ഉറപ്പ്? ഷബീറെ ഒന്ന് പറഞ്ഞേ. ഓക്കെ അല്ലേ? ഇപ്പൊ രസം എന്താ അറിയോ? കഴിഞ്ഞ സംസാരത്തിൽ രചന പറഞ്ഞ അള്ളാഹു സ്ഥലകാല അതീതനാണ്. നേരത്തെ പറയാ കഴിഞ്ഞ മുപ്പത് സംസാരത്തിൽ അള്ളാഹു സ്ഥലകാല അതീതനാണല്ലോ. നിങ്ങൾ ആലോചിച്ചത് സ്ഥലവും കാലവും ആവശ്യമില്ലാത്തവനാണ്. മുജാഹിദിന്റെ വാദം എന്താ? അള്ളാഹ്ക്ക് ഇരിക്കാൻ കസേര വേണം, അർശുമ്മ കുത്തിരിക്കാന്ന അർശുമ്മ കുത്തിരിക്കാന്ന മുജാഹിദിന്റെ വാദാണ്. ലജന പറയുന്നുണ്ട് അള്ളാഹു സ്ഥലകാല അതീതനാണ്. ഇതൊന്നല്ല വിഷയം. നിങ്ങൾ മുജാഹിദിന്റെ ആ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാ വരുന്നത്. സക്കരിയ സലാഹി മുതൽ ഇബ്നു തൈമിയ്യ വരെയുള്ള ഒരൊറ്റ മുജാഹിദിന്റെ വാദത്തിനെയും നിങ്ങൾ ആ വിഷയത്തിലും അംഗീകരിക്കുന്നില്ല എന്നാ മനസ്സിലാമേ. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം എന്താ അറിയോ? നിങ്ങൾ പറയുന്നു അള്ളാഹ്ക്ക് കയ്യുണ്ട്, കാലുണ്ട്, തലയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മുജാഹിദിന്റെ ദൈവത്തിന് കയ്യ്, കാല്, തല, അതുപോലെ തന്നെ ഊര, കണങ്കാല്, വിരല്, മുഖം, കണ്ണ്, ഇവകളൊക്കെ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഖിയാമത്ത് നാളിൽ അവകൾ നശിച്ചു പോകുമോ ഇല്ലയോ? ഇതിനാണ് മറുപടി വേണ്ടത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു നശിക്കൂല എന്ന് കേട്ടത് മാതിരി എനിക്ക് തോന്നി.
ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുക. അതൊന്നും നശിക്കൂല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അത് തോന്നലാണോ അല്ലേ ഒന്ന് തീരുമാനിക്കാനാണ് വീണ്ടും ചോദിക്കുന്നത്. നിങ്ങളുടെ ഈ ദൈവത്തിന്റെ കയ്യും കാലും തലയും അതുപോലെ തന്നെ ഊരയും കണങ്കാലുമെല്ലാം നശിക്കുമോ ഇല്ലയോ, ഖിയാമത്ത് നാളിൽ നശിക്കുമോ ഇല്ലയോ, ഇതാണ് എനിക്ക് വേണ്ടത്. മൈക്കെടുത്തിട്ട് പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട ഖുറാബി മുസ്ലിയാരെ, നിങ്ങൾ വീണ്ടും പൊട്ടത്തെ പറയല്ലേ. അണികളെങ്കിലും നിങ്ങളെ വിലയിരുത്തൂലേ. നിങ്ങൾ മഹാ പയ്യോവിസ്താദാണ്, ലോക മഹാ അലിം അല്ലാമല്ലേ, നിങ്ങളെപ്പോലത്തെ ആളുകൾ വിശ്വസിക്കുന്നു. അത് വെറുതെ കളയണോ എന്നോട് സംസാരിച്ചിട്ട്? അതായത് മുജാഹിദുകൾ ലെവലേഷൻ ആവറേജ് ബുദ്ധിയുള്ളവരോട്, അവരോട് നിങ്ങളെപ്പോലത്തെ ഖുറാബിൽ സംസാരിച്ചാൽ നിങ്ങളെ നിലവാരം താന്നു പോകുന്നിപ്പോ മനസ്സിലായി. അതാ പറഞ്ഞത് അള്ളാഹു സ്ഥലകാല സമയത്തിന് അതീതനാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ദുനിയാവിൽ നമ്മൾ ഇപ്പൊ ഈ ജീവിക്കുന്ന ദുനിയാവിലെ സ്ഥലകാല സമയങ്ങൾക്ക് അതീതനാണ് അള്ളാഹു. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു അർശിന്മേൽ ആസനസ്ഥനായിരിക്കുന്നു. അതിനർത്ഥം നിങ്ങളിപ്പോൾ കാന്തപുരം മുസ്ലിം ഒരു വലിയ സ്വർഗത്തിന് കസാരി കുത്തിറക്കണമായിരുന്നല്ല. അത് നിങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാർക്ക് തോന്നും. നിങ്ങൾ കൊടുക്കുന്ന അമ്മൂന്റെ മുടിയോളല്ലേ, ഇങ്ങനെ ബുദ്ധി ഉണ്ടാവില്ലല്ലോ. ഏറെ ഹലാലായ പൈസ ഹലാലായി സമ്പാദിച്ച് ജനങ്ങളെ പറ്റിക്കാതെ മാലും മൗലൂദും ആണ്ടും റാത്തീപ്പും കുത്തിപ്പത്തും പോലുള്ള ജൂതന്മാരുടെ സൃഷ്ടികൾ തിന്നിട്ട് പൈസ ഉണ്ടാക്കാതെ നല്ല നിലക്ക് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി തിന്നണം. അപ്പ ബുദ്ധി വരുന്നത്. എന്തിനാ കേട്ടിരുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ രസമില്ല. ഇതൊക്കെ കേൾക്കുമ്പോ നല്ല രസമുള്ള വാക്കല്ലേ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോ നല്ല രസമുള്ള വാക്കല്ലേ. എന്റെ ചോദ്യം എന്താ മുത്തേ ലജിന? ഞാൻ എന്താ ചോദിച്ചത്? മുജാഹിദിന്റെ ദൈവത്തിന് കയ്യും കാലും കണങ്കാലും വിരലും മുഖവും കണ്ണും ഊരയും എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം അഥവാ കയ്യും കാലും കണ്ണും അതുപോലെ തന്നെ കണങ്കാലും ഊരയും വിരലും എല്ലാം ഖിയാമത്ത് നാളിൽ നശിക്കുമോ ഇല്ലയോ? ഇച്ചോദ്യത്തിന് മറുപടി പറ. പിന്നെ മൂപ്പരന്റെ ഇടയ്ക്ക് പറഞ്ഞു അത് നമ്മളെ ദുന്യാവിലുള്ള സ്ഥലകാലാതീതനാണ് അള്ളാഹ്. ഈ ദുന്യാവിന്റെ താരീഫ് എന്താണെന്ന് മൂപ്പര് പറയേണ്ടി വരും. ദുന്യാവ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പെടുന്നതാണ് അത് മൂപ്പരെന്ന് പറയേണ്ടി വരും. നമ്മൾ ആഖിറത്ത് അള്ള കുത്തിരിക്കുന്ന കാര്യമല്ലോ. ആർഷ ആഖിറത്തിലാ അതും വന്ന് അറിയുക. എന്താണ് ഈ ദുന്യാവ് എന്നുള്ളത് അത് മൂപ്പരെന്ന് പറഞ്ഞു തരേണ്ടി വരും. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ പോണില്ല. ഇപ്പൊ എന്റെ ചോദ്യം, ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞോളി. ഈ ചോദ്യത്തിനൊന്ന് മറുപടി പറഞ്ഞിട്ട് എന്ത് നിങ്ങളെ ദൈവത്തിനെ മുജാഹിദിന്റെ ദൈവത്തിന് കയ്യും കാലും ഊരയും കണങ്കാലും വിരലും എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഖിയാമത്ത് നാളിൽ നശിക്കുമോ ഇല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. അതിനൊന്ന് മറുപടി പറയും, വേഗം പറയും. ഇതാണ് പണ്ട് മുജാഹിദന്മാരുള്ള സംവാദങ്ങളിലേക്ക് നിങ്ങളെ മുസ്ലിയാക്കന്മാർ എടുക്കുന്ന ഒരു അടവാണത്. ഉത്തരം കിട്ടിയിട്ടില്ല. എത്ര ഉത്തരം പറഞ്ഞാലും പണ്ട് അബൂജാഹിൽ കാണിച്ചത് ഇതേ സ്വഭാവമാണ്. ഉത്തരം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് തൃപ്തിയായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഖുർആന്റെ ആയത്തുകൾ ഓതി കൊടുത്താലും ഞങ്ങൾക്ക് തൃപ്തിയായിട്ടില്ല എന്ന് പണ്ട് അബൂജാഹിൽ പറഞ്ഞെങ്കിൽ ഇന്ന് അബൂജാഹിലിന്റെ അതേ വിശ്വാസമുള്ള അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളും ഇത് പറയും. നിങ്ങൾക്ക് അതിൽ യാതൊരു പുതുമല്ല. എന്നാൽ ഒന്നുകൂടി കേട്ടോ, ഖുറാഫിയായ സകല മൊല്ലന്മാരും കേട്ടോളൂ. അള്ളാഹുവിന്റെ ഒരു അവയം അള്ളാഹു പ്രമാണത്തിൽ ഖുറാനിലെ ഹദീസിനെയും പഠിപ്പിച്ച കാര്യം ഒന്നും ഒരു കാലത്തും നശിക്കൂല. അള്ളാഹ് സ്ഥലകാല സമയങ്ങൾക്ക് അതീതനായ പ്രപഞ്ചത്തിൽ അർശിൽ ഉപവിഷ്ടനായ അള്ളാഹ്. അത് ഇന്ന് അതന്നെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കണേ. നിങ്ങളെപ്പോലുള്ള ശുർക്കും ഖുറാഫാത്ത് മാലി മൗലൂദും റാത്തീബ് കഴിക്കുന്ന വിധത്തിൽ ശുർക്കിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട സമുദായത്തിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ അള്ളാഹു അതല്ല. നിങ്ങൾ അങ്ങനത്തെ അള്ളാഹു വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷിപ്പോയത്. നമുക്ക് ഇല്ല കുതുബിയത്തും മാലയും മൗലൂദും ഒക്കെ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ഈ വിഷയം ചർച്ച ചെയ്ത് ഇത്ര ബേജാറ്? നിങ്ങളെന്തിനാ ഓടണ്? അപ്പൊ ഇങ്ങനെ പറയണേ അള്ളാഹ് ഒന്നും നശിക്കൂല എന്നാണോ നിങ്ങളെ വാദം? എന്നാ ഞാൻ ചോദിക്കട്ടെ, കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാട്ടെങ്ങള്. കുല്ലുമൻ അലൈഹ ഫാൻ
വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാട്ടെ വേഗം. അതിന്റെ അർത്ഥം പറയാനാണ് നിങ്ങൾക്ക് മൈക്ക് തരുന്നത്. വേഗം മൈക്ക് എടുത്തോളി. അർത്ഥം മുജാഹിദീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അർത്ഥം പറയാൻ നിങ്ങൾക്ക് ഖുർആനിന്റെ അർത്ഥം പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകൂലേ എന്നല്ലേ നിങ്ങളെ വലിയ ഹോജയായ ഇ.കെ. അസമുസ്ലിയായി പറഞ്ഞത്. ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ ഇ.കെ. സമസ്തയുടെ സെക്രട്ടറിയായ മുത്തുണ്ണി മൗലവി മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. അപ്പൊ നിങ്ങളെ ഹോജയായ ഇ.കെ. മുസ്ലിയാരുടെ കണക്കില് നിങ്ങളെ മഹാഹോജയായ മുത്തുണ്ണി മൗലവി എന്ന കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂട്ടിയാൽ മുർത്തദ്ദും കാഫിറുമായി. അപ്പൊ നിങ്ങൾക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. പിന്നെ എന്തിനാ എന്നോട് നിങ്ങൾ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ? നിങ്ങളല്ല നേരത്തെ പരിഭാഷപ്പെടുത്തിയത്. രോഗിഷ്ടാവായ അള്ളാഹുവിന്റെ പിന്നെ ആ പരിശുദ്ധമാക്കപ്പെട്ട മുഖമല്ലാത്തതെല്ലാം നശിക്കും. അതിനർത്ഥം അള്ളാഹ് നമ്മളെ ലജ്ന പറഞ്ഞെന്താ അറിയോ? കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുഖം മാത്രം ശേഷിക്കും, ബാക്കിയല്ലോ നശിക്കുന്നല്ലേ പറഞ്ഞത്. അല്ലേ? ആണോ അല്ലേ ലജ്ന? ആണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ? അള്ളാന്റെ അള്ളാന്റെ എന്ന് പറഞ്ഞത് ഞാൻ തെറ്റി പറഞ്ഞു പോകുന്നതാണ്. മുജാഹിദ് ദൈവത്തിന്റെ മുഖം മാത്രം ശേഷിക്കും, ബാക്കിയെല്ലാം നശിച്ചു പോകും. ഇങ്ങനെ ദൈവം നിലനിൽക്കോ? ഞാൻ ചിന്തിക്കുക. അവയെല്ലാം നഷ്ടപ്പെട്ടിട്ട് വെറും മുഖം മാത്രം, കണ്ണും കൂടി ഉണ്ടാവില്ല കട്ടകാലം. എന്തോ ഒരു ദൈവമായിരിക്കും അത്. നിങ്ങൾ ആലോചിച്ചേക്ക്. ഇതിനേക്കാളും തെറ്റ് മുജാഹിദില് പിന്നെ ഇവരുടെ കാഴ്ചപ്പാടായിരിക്കും ദൈവിക വിശ്വാസത്തിൽ. ആരുടെ? ഹിന്ദവരുടെ. കാരണം ഓല് നശിക്കുന്നെന്നുള്ള വാദമായിരിക്കില്ല. മുജാഹിദ് ഇന്റെ ദൈവം ഖിയാമത്തിനാളായാൽ എന്താ ഇന്റെ കോല്? നിങ്ങൾ ആലോചിച്ചേക്ക്. മുഖം മാത്രമുള്ള ഒരു ദൈവം, ആ ദൈവം ഇങ്ങനെ നാണം കുടുങ്ങി വരിക. എന്തിനാ പറ്റുക മുജാഹിദ്? ഇതാണ് മുജാഹിദ്. മുജാഹിദ് അത് മനസ്സിലാക്കി. ഇതാണ് മുജാഹിദ്. എന്റെ ശബ്ദം കേൾക്കുന്ന സാധാരണ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ ചിന്തിക്കട്ടെ. അവരുടെ ദൈവിക സങ്കല്പം, അവരുടെ വിശ്വാസം അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ അവരുടെ വിശ്വാസം എന്താണ്? കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്, അവയവങ്ങളെല്ലാം ഉണ്ട് ആ ദൈവത്തിന്. ഖിയാമത്ത് നാളാകുമ്പോ ആ അവയവങ്ങളെല്ലാം നശിച്ചു പോകും. വെറും ആ ദൈവത്തിന്റെ മുഖം മാത്രം ശേഷിക്കും. മഅദല്ലാഹ്. ഇതാണ് മുജാഹിദിന്റെ ദൈവിക സങ്കല്പം. ഇതാണ് മുജാഹിദിന്റെ ദൈവിക വിശ്വാസം. അല്ലാഹു തആല കാക്കട്ടെ. ഇത് ലജ്നനെ സമ്മതിച്ചു. ഇനി എന്താ വേണ്ടത്? ലജ്ന തന്നെ സമ്മതിച്ചു. ആ ലജ്ന വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രത്തിന്റെ ദൈവം, ആ ദൈവം ഖിയാമത്ത് നാളാകുമ്പോ മുഖം മാത്രമേ ഉണ്ടാകൂ, ബാക്കിയെല്ലാം നശിച്ചു പോകുന്ന ദൈവമാണ്. പിന്നെ അതിന്റെ ഇടയിൽ പറഞ്ഞു പരിഭാഷ. ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നലെ പറഞ്ഞ മുഴുവൻ പച്ചനോണയാ. അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് തെളിയോ. ഈ വിഷയം മാറ്റലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം ആ വിഷയത്തിലേക്ക് വരുന്ന പരിഭാഷ. നമുക്ക് ആ വിഷയം വെച്ച് തന്നെ ചർച്ച ചെയ്യാം. ഞങ്ങൾ തയ്യാറാണ്. ആ വിഷയം വെച്ച് തന്നെ ഇതൊന്നും തീരട്ടെ. നിങ്ങളെ ദൈവത്തിന്റെ കയ്യും കാലും തലയും പാലും ഒക്കെ നശിച്ചു പോകും. അങ്ങനത്തെ ഒരു ദൈവത്തിലാണ് മുജാഹിദ് നീ വിശ്വസിക്കുന്നത്. ഏതിന്? പരിഭാഷ. ഞാൻ പറയാലോ. പക്ഷെ നിങ്ങളെ ദൈവത്തിന്റെ കയ്യും കാലും തലയും പാലും ഒക്കെ ഖിയാമത്ത് ആളാകുമ്പോൾ നശിച്ച് നാരായണക്കല്ലെടുത്തു പോകുന്ന ഒരു ദൈവമാണ് മുജാഹിദ്, നിന്റെ ദൈവം. ഇത് ജനങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ. ഇത് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. മാഷാ അല്ലാഹ്. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ ലജ്നയുടെ? അത് നമുക്ക് കൊടുക്കാം ഫാദർ. വെരി ഗുഡ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ മുജാഹിദ് ഇന്നത്തെ അല്ലേ ചർച്ച? ഇന്നത്തേതാ മാഷാ അല്ലാഹ് ചർച്ച. കാരണം എന്താ അറിയോ? സാക്ഷാൽ മുജാഹിദിന്റെ ദൈവിക വിശ്വാസം, അല്ലാഹു എന്ന് പേര് പറഞ്ഞിട്ട് അവര് വിശ്വസിക്കുന്ന വിശ്വാസം. അതെന്താണ്? കടുത്ത കുഫറാകുന്നു. ദീനുൽ ഇസ്ലാമിൽ ആ ഒരു വിശ്വാസമില്ല. അത് കാഫിറാകുന്ന വിശ്വാസമാകുന്നു. എന്ത്? ദൈവത്തിന് കയ്യും കാലും തലയും വാലും അവയവങ്ങളും ഉണ്ടെന്ന് വാദിക്കുക. ആ അവയവങ്ങൾ അത്രയും
മുഖമല്ലാത്ത എല്ലാം നശിച്ചു പോകുമെന്ന് വിശ്വസിക്കുക. ഇതാണ് മുജാഹിദിന്റെ ദൈവീക വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും മുജാഹിദിന്റെ പ്രവർത്തകന്മാർ അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വിശ്വാസം തിരുത്തിക്കോളൂ, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകാൻ ശ്രദ്ധിച്ചോളൂ. അല്ലാഹു തആല കാക്കട്ടെ. ഇത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ലജനക്കിന് എന്താ പറയാനുള്ളത്? മൈക്കെടുത്ത് പറഞ്ഞോട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നിങ്ങൾ തസ്ബീഹ് ചൊല്ലി മണ്ണിട്ട് മൂടാ, അതാ നല്ലത്. നിങ്ങളെ സമസ്ത ഒന്നായിട്ട് കൂട്ടി പോവാ, അതാ നല്ലത്. ഇത്രയും വലിയ ഇതിലും വലിയ കുഫ്രിയത്തിന്റെ വാദം വേറെ എന്താണ് മുസ്ലിയാരുള്ളത്? നിങ്ങൾ ഈ ഇപ്പൊ മുജാഹിദിനെയാണ് പരീക്ഷിക്കുന്നതെങ്കിലും ഹദീസും സ്വഹിയായ ഹദീസിലും ഖുർആനിലും വന്ന കാര്യങ്ങളാണ് നിങ്ങൾ പച്ചക്ക് പരിഹസിക്കുന്നത്. അതിലൂടെ നിങ്ങൾ കാഫിറായി പോയി. കണ്ടു കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മുഖം വജ്ഹല്ലാത്തതെല്ലാം അവശേഷിക്കുന്ന അള്ളാഹ് പറഞ്ഞ ബാക്കിയുള്ള സിഫത്തുകളെല്ലാം നശിക്കും. ഇപ്പൊ മുജാഹിദ് പറയുന്നത് കേട്ടോ, അള്ളാന്റെ എന്നല്ല മുജാഹിദിന്റെ ദൈവത്തിന്റെ കയ്യും കാലും ഖിയാമത്ത് നാളിൽ നശിക്കൂല എന്ന് വന്നാൽ വീഴുന്നു വളർത്താം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞതാണേലോ കുഫ്രിയത്ത്. എന്ത് ദൈവത്തിന്റെ അഥവാ മുജാഹിദിന്റെ ദൈവത്തിന്റെ കയ്യും കാലും ഒന്നും നശിക്കൂല എന്ന് സുന്നികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫ്രിയത്താണേലോ, അത് ദീനിന്ന് പുറത്തു പോകുന്ന വാക്കാണേലോ. അഥവാ മുജാഹിദ് പറയുന്ന അള്ളാഹുവിന്റെ, മുജാഹിദ് വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ കയ്യും കാലും ഖിയാമത്ത് നാളിൽ നശിക്കൂലാന്ന് വിശ്വസിക്കുന്നത് കുഫ്രിയത്താണേലോ. രചന ഇല്ലേ? ഖിയാമത്ത് നാളില് ഇങ്ങനെ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ കയ്യും കാലും നശിക്കൂലാന്ന് വിശ്വസിച്ചാൽ ദീനിന്ന് പുറത്താണല്ലോ. കാക്കട്ടെ. ഇന്നേക്കാർക്കും ജീവിതത്ത് ഇത്ര മണ്ടത്തരം എന്താ സുഹൃത്തെ പറയുന്നത്? ഇങ്ങനെ വിശ്വസിക്കുന്ന അള്ളാഹിന്റെ കയ്യും കാലും നശിക്കൂലാന്ന് പറഞ്ഞാൽ ദീനിന്ന് പുറത്താവും അല്ലേ? ഞാൻ നശിക്കുന്ന പറഞ്ഞു. ഇങ്ങനെ വിശ്വസിക്കുന്ന അള്ളാഹിന്റെ കയ്യും കാലും നശിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പുറത്തല്ലാലോ, അയത്തന്നല്ലേ. നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാന്റെ കയ്യും കാലും നശിക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഇങ്ങനെ വിശ്വസിക്കുന്ന അള്ളാന്റെ കയ്യും കാലും മാത്രമല്ല സാഹിബവും നശിക്കും. കാരണം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്. മനസ്സിലാക്കിക്കോ. ഇങ്ങനെ വിശ്വസിക്കുന്നത് ഹൈന്ദവർ വിശ്വസിക്കുന്ന ബ്രഹ്മാവിനെ പോലുള്ള ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് അത് മുഴുവൻ നശിക്കും. എന്തേ അലോണം കൊല്ലുണ്ടില്ലേ? അലോണം കൊള്ളുണ്ട്. നെഞ്ചത്തേക്ക് തട്ടിയിട്ട് ടഫ എന്ന് പറഞ്ഞ് തെറിക്കുക. കാര്യമില്ല മോനെ. കാരണം പറയുമ്പോ ചിന്തിച്ചോ, ഇപ്പൊ ഇങ്ങനെ വാദം എന്താ അറിയോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കൈകാലുകൾ നശിക്കില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന് പുറത്താന്ന, നശിക്കും എന്ന് പറയലാണ് തൗഹീദെന്ന ഇങ്ങനെ വാദം. എന്തിനാ ചങ്ങായിയെ രണ്ടു കാലും വരെ നടക്കുന്നത്? രണ്ടു കാലും കൂടി വെച്ചിട്ട് അറിഞ്ഞൂടെ? എന്നാ എളുപ്പമാകുമല്ലോ. ഇമാതിരി കുറവുള്ളവരൊക്കെ അതിൽ പിന്നെ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഏവറേജ് മണ്ടത്തരമുള്ളവന് ഫിറ്റാവാ ആവശ്യം. ഏവറേജ് മണ്ടത്തരമുള്ളവന് ഫിറ്റാണ് ആവശ്യം. അതിന് ഏവറേജ് മണ്ടത്തരം വേണം. ഞാൻ മൈക്കെടുത്തോ, റഷീദൊക്കെ മൈക്കെടുത്തോളൂ. ഞാൻ ഇനിയിപ്പോ എന്തിനാല്ലേ ജിന, ഞാൻ മൈക്കിട്ടോ, റഷീദൊക്കെ എടുത്തോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. വലിയ ആർജവത്തോടെ വന്ന നമ്മളെ ലജനത്തു സലഫിയ എന്ന മൗലവിയെ നന്നായിട്ട് കുളിപ്പിച്ച് കിടത്തിയ ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. മാഷാ അല്ലാഹ്. ഏതായാലും അൽഹംദുലില്ലാ. എങ്ങനെയാണ് നേർക്ക് ചർച്ചയിലേക്ക് വന്നാല് ജനത്തു സലഫിയാനോട് ചിരിച്ചു. നിങ്ങൾക്ക് നന്ദി പറയാം. ഇത്തരം കുറെ ചോദ്യങ്ങൾ ഏതായാലും നിങ്ങൾ ചോദിച്ചല്ലോ. ആ വകയിൽ നിങ്ങൾ ഏതായാലും നന്ദി പറയുന്നുണ്ട്. നമ്മളെ ഈ ലേനത്തായി മാറിയത് അങ്ങനെ അടിക്കല് അത്ര നല്ലതല്ല. പിന്നെ അങ്ങനെ അടിക്കണ്ട. ഏതായാലും എല്ലാവരും ഹിദായത്താവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. കാരണം അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു നോക്കി ചീത്ത പറഞ്ഞിട്ട്. എന്നാലെങ്കിലും അദ്ദേഹത്തിന് ഡോട്ട് കിട്ടും. അപ്പോ അദ്ദേഹത്തിന് ഒഴിവാകാം, പിന്മാറാം എന്നുള്ള നിലക്ക് അദ്ദേഹം കുറെ എന്ത് ചെയ്തു, ശ്രമിച്ചു നോക്കി. അൽഹംദുലില്ലാ. വയ്യോളി ഉസ്താദ് വളരെ ക്ഷമിച്ചുകൊണ്ട് പിന്നെ ഡോട്ട് ഇടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറിയത് കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ഉസ്താദിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാ ഉസ്താദന്മാരും അതുപോലെ പ്രവർത്തകന്മാരൊക്കെ ക്ഷമിക്കണം. കാരണം
വഹാബിക്ക് ഇതിലധികം നീതി പാലിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്താക്കണ്ട, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലജ്നത്തുൽ സലഫിയെ നമ്മൾ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് അത്രയേ അതിനാവൂ എന്നുള്ളതാണ് അതിന്റെ ശരി. ഇത്രയും നീതി പാലിച്ചതിൽ നിങ്ങളോട് ആ വകയിൽ കിട്ടിയ വോട്ടിന് നന്ദി പറയണല്ലോ. അതുകൊണ്ട് ആ കിട്ടിയ നീതിക്ക് നിങ്ങളോട് നന്ദി പറയുകയാണ്. ഏതായാലും ഇതിലും വലിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെയല്ല ഇതിന്റെ ശരി. അതുകൊണ്ട് പബ്ലിക്കിൽ അടിക്കുമ്പോ ഒക്കെ ആർക്കും എന്താക്കണ്ട. ബാക്കി നിങ്ങൾ പറയുന്നതിന്റെ മുമ്പ് ഒന്നും കൂടി ഉണ്ട്. കാരണം നമുക്കൊരു പരിപാടി ഉണ്ട്. ഇങ്ങനെ ഏതായാലും ഈ നിങ്ങളെ ആശയം ഇപ്പൊ ഇവിടെ കവറിറക്കിയല്ലോ. അപ്പൊ അവിടെ മീസാങ്കല്ല് കുത്താൻ പറ്റൂല. അതുകൊണ്ട് ചെറിയ അതിന്റെ മുകളിലൊരു പുഷ്പാർച്ചന ഉണ്ട്. അത് നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കിൽ വന്ന്. അത് നമ്മളെ സെലഫീനെ ക്ഷണിക്കുന്നു ഞാൻ. ഏത് നമ്മളെ ഹുസൈൻ സെൽഫീനെ. അതുകൊണ്ട് ഏതായാലും നമ്മുടെ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ ഇഷ്ടതാരമായ ബഹുമാനേന സക്കരിയ സലാഹി മാത്രമാണ് ഇതിന്റെ ആളുകൾ എന്നാരും ധരിക്കണ്ട. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തീരുമാനം അദ്ദേഹം പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ മുജാഹിദുകാരെ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാം. ഇപ്പൊ ബഹുമാനപ്പെട്ട വയ്യോളി ഉസ്താദ് ആരോപിച്ചല്ല, സൃഷ്ടികളോട് ഉപമിച്ചാല് അതായത് അവയവങ്ങളുണ്ട് എന്നുള്ള നിലക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികളോട് ഉപമിക്കുന്ന സമയത്ത് ഇസ്ലാമെന്ന് പുറത്തു പോകും എന്നുള്ളത് ഇസ്ലാമിന്റെ പൊതു നിയമാന്ന് വെറും വയ്യോളി ഉസ്താദ് മാത്രം പറയുന്നതല്ല. അത് ഇൻഷാ അല്ലാഹ് മുജാഹിദ് മൗലവിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കുകയാണ്. ആദർശപ്പെടുത്താനോ പറ്റിയതല്ല, വ്യക്തമായി വിശദീകരിച്ചു. മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ. ആരെങ്കിലും അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഹുസൈൻ സലഫി പറഞ്ഞതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. ഇത് അതായത് ആരെങ്കിലും ഒന്ന് അള്ളാഹുവിനെ അവന്റെ സൃഷ്ടിയോട് ഉപമിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. ലജ്നത്തുൽ സലഫിയെ കേട്ടിട്ടുണ്ടല്ലോ. ഇനി ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടാവും ഹുസൈൻ സലഫി എന്നാൽ ഏതായാലും അങ്ങനെ ഉപമിക്കാത്ത ആളാണ്. ഹുസൈൻ സലഫി സൃഷ്ടിയോട് ഉപമിക്കുന്ന കണ്ടോളി, അതും കൂടി കേൾക്കണല്ലോ ഇവരുടെ ഈ വൈരുദ്ധ്യം. വ്യക്തമായി വിശദീകരിച്ചു. മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ. ആരെങ്കിലും അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. അതായത് അദ്ദേഹം പറയുന്നത് സൃഷ്ടി ചെയ്ത് ഒരു വിധത്തിലും എന്താക്കാൻ പാടില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അത് കേൾവിയിലായാലും കാഴ്ചയിലായാലും ഒരു കാര്യത്തിലും എന്താക്കാൻ പാടില്ല, സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ള. ഇനി ഏതായാലും ഇൻഷാ അല്ലാഹ് സൃഷ്ടികളെ പോലെ എന്ന് ഹുസൈൻ സലഫി പറയുന്ന ഭാഗം തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ വെക്കാം. ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുന്നു. അവന്റെ വലതു കൈ കൊണ്ട് അവനത് വാങ്ങുന്നു. എന്നിട്ട് അതിനെ അവൻ വളർത്തി പരിപാലിച്ചുണ്ടാക്കുന്നു. ലിഅഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി. ഒരാൾ തന്റെ ഒറ്റ കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അല്ലാഹു നിങ്ങൾ നൽകുന്ന. കണ്ടോ, ഹദീസ് വായിച്ചിട്ടാണ് അതേപോലെ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവർക്ക് അർത്ഥം പറയുന്ന അറിഞ്ഞൂടാ. ഏതായാലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് കൈ പൊക്കിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് സക്കരിയ സലാമിന്റെ ഒരു കയ്യും കൂടി വെച്ച ശേഷം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് മയക്കൂടാ. ഇത് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് എന്തെങ്കിലും ഒരു അവന്റെ രണ്ട് കൈകളും വലുതാണ്. ആ രണ്ട് കൈകളിലും ശിമാലില്ല, ഇടതില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇങ്ങനെ മൗലവിമാരെ വെച്ചാൽ തീരൂല. ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. ഇപ്പൊ എല്ലാം കൂടിയും അള്ളാഹുവിനെ വിവരാങ്കനാക്കിയിട്ടാണ് ഇപ്പം ഏതായാലും സക്കരിയ സലാം ഇപ്പൊ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അതിനുശേഷം ലജ്നത്തുൽ സലഫിയക്ക് മൈക്ക് എടുക്കാം. സലഫിയ നിങ്ങൾ ചർച്ച നടത്തുമ്പോ അല്പം ഒന്ന് നിങ്ങളിപ്പോ തോറ്റെന്ന് സമ്മതിക്കാനൊന്നും പറയുന്നില്ല. അതിപ്പോ ഒരാൾക്ക് ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമല്ല, അത് സമ്മതിക്കാൻ. പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൈക്ക് ബഹുമാനപ്പെട്ട വയ്യോളി ഉസ്താദിന് കൈമാറുന്നു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് മൈക്ക് ബഹുമാനപ്പെട്ട വയ്യോളി ഉസ്താദിന് കൈമാറുന്നു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ റഷീദ് സാഹിബ് ഹുസൈൻ സലഫിന്റെ ആ ഭാഗം വെച്ചപ്പോ ലജ്ന അമ്മേരെ അടിച്ച ഒരു വാക്കുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും. എന്ത് ബുദ്ധിയില്ലാത്ത മണ്ടന്മാർന്ന്. ആരാ സംസാരിക്കുന്നത്? നമ്മളെ ഹുസൈൻ സലഫി സംസാരിക്കുമ്പോ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ കാഫിറായി എന്ന് പറയുന്ന ഭാഗം ഹുസൈൻ സലഫി സംസാരിക്കുമ്പോഴാണ് നമ്മളെ ലജ്ന അടിക്കുന്നത്. അത് മണ്ണാർന്ന്. ആരെ പറ്റി? അത് ഹുസൈൻ സലഫിനെ കുറിച്ചല്ലേ? അത് നിങ്ങൾക്കിപ്പൊ തിരിഞ്ഞില്ലേ? നിങ്ങൾക്കിപ്പൊ തിരിഞ്ഞു. കാരണം എന്താ? സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ കാഫിറാണ് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആശയാണ് അപ്പറഞ്ഞത്. സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ കാഫിറാണ് എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാണ് ഏത് ബുദ്ധിയില്ലാത്ത മണ്ടന്മാരാണ് ആര്? ഹുസൈൻ സലഫി. കാരണം പറഞ്ഞ ആ ഒരു കാര്യം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഉടനെ പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് ബുദ്ധിയില്ല, മണ്ടനാണ്. കഷ്ടകാലം. ലജ്ന, ഞങ്ങൾ പറയട്ടെ, മുജാഹിദ് വിഭാഗം വിശ്വസിക്കുന്ന ദൈവം സത്യമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ബോധപൂർവം പറഞ്ഞൊരു വാക്കുണ്ട്. എന്ത്? മറ്റ് മതവിശ്വാസികൾ, നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ, ക്രൈസ്തവ സുഹൃത്തുക്കൾ, അതുപോലുള്ള മറ്റിതര മതത്തിന്റെ ആളുകൾ അവരുടെ ദൈവത്തിനെ അവർ സങ്കല്പിക്കുന്നുണ്ട്. എങ്ങനെ? കൈയുള്ള ദൈവം, 10 തലയുള്ള ദൈവം, ഒരുപാട് കൈകളുള്ള ദേവന്മാർ, ദേവിമാർ, സൗന്ദര്യവതിയായ ദൈവം, സൗന്ദര്യം വളരെ തീരെ ഇല്ലാതെ വിരൂപിയായ ദൈവം, ഇങ്ങനെ പല രൂപത്തിലുള്ള ദൈവ സങ്കല്പം ഹൈന്ദവർക്കുണ്ട്. സാമാന്യം അതുപോലുള്ള ഒരു ദൈവിക സങ്കല്പം തന്നെയാണ് മുജാഹിദ് മതത്തിന്റെ ദൈവവും. അഥവാ കൈകളുള്ള ദൈവം, 2 കൈയും ഒരു ഭാഗത്തുള്ള ദൈവം, 2 കൈയും ഒരു ഭാഗത്തുള്ള ദൈവം, മുഖത്ത് കുറെ കണ്ണുകളുള്ള ദൈവം, കുറെ കണ്ണ്. ഹൈന്ദവരുടെ ദൈവത്തിന് ഒരു ദൈവത്തിന് 10 തലയാ. ഇവരുടെ ദൈവത്തിന് ഒരു മുഖ 2 കൈയും ഒരു ഭാഗത്താണ്. പിന്നെയോ അതൊന്നും പറയണ്ട. ഇങ്ങനെയുള്ളൊരു മുജാഹിദിന്റെ ദൈവം, ചന്തി വലിയ ദൈവം, അതൊക്കെ പറയണ്ട, ഒരുപാടുണ്ട്. അങ്ങനെയുള്ളൊരു വിരൂപിയായ ദൈവം, ഭദ്രകാളിനൊക്കെ പോലെ വിരൂപിയായ ഒരു ദൈവം, മുജാഹിദിന്റെ ദൈവം. എന്നാ കുറച്ച് മൊഞ്ചുള്ള ദൈവത്തിനെ വിശ്വസിച്ചൂടെ നിങ്ങൾക്ക്? എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. എന്നാ പിന്നെ നിങ്ങളെ ദൈവം കുറച്ച് മൊഞ്ചുള്ള ദൈവമാണെന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? എന്നാ പിന്നെ കേൾക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും കുറച്ച് രസമെങ്കിലും ഉണ്ടാവും. ഇത് തീരെ വിരൂപിയായ ഒരു ദൈവത്തിന് വിശ്വസിക്കുക. എന്നിട്ട് പറയുക, മാശറിയിലെ ആവുമ്പോ അഥവാ ഖിയാമത്ത് നാൾ വരുമ്പോ ഈ ദൈവത്തിന്റെ എല്ലാ കയ്യും പോവും, കാലും പോകും, അവയവങ്ങൾ അത്രയും നഷ്ടപ്പെടും, വെറും മുഖം മാത്രം. എന്നിട്ടോ മുഖത്ത് കണ്ണുണ്ടാവൂല, കുറെ കണ്ണിന്റെ ഓട്ട മാത്രം ഉണ്ടാവും. ഇവരുടെ ദൈവത്തിന് മുഖത്ത് കുറെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണെല്ലാം പോയിട്ട് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെറും ഓട്ട മാത്രം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുജാഹിദിന്റെ ദൈവം മാശറിലേക്ക് വരുന്ന അവസ്ഥ, വെറും ഒരു മുഖം, ആ മുഖത്ത് കുറെ കണ്ണിന്റെ ഓട്ട മാത്രം, കണ്ണില്ല, കണ്ണെല്ലാം നശിച്ചുപോയി. അങ്ങനത്തെ ഒരു ദൈവം, ഈ ദൈവമാണ് നിങ്ങളെ മുജാഹിദ്, നിങ്ങളെ ദൈവം. ഈ ദൈവത്തിലാ മുജാഹിദ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് മുസ്ലിമീങ്ങളുടെ അല്ല, ഇത് മുസ്ലിമീങ്ങളുടെ അല്ല. മുജാഹിദേ, ഇത് നിന്റെ ദൈവാണ്. ഇത് ഇബ്നു തൈമിയ്യ എന്ന പാതിരി പടച്ചുണ്ടാക്കിയ ദൈവമാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാപിച്ചെടുത്ത, അദ്ദേഹം സങ്കല്പിച്ചെടുത്ത ഒരു ദൈവമാണിത്. ഇതിന് ലോക മുസ്ലിമീങ്ങളുടെ ദൈവവുമായി ബന്ധമില്ല, അള്ളാഹുവുമായി ബന്ധമില്ല. ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ മൈക്ക് ലജ്ന എടുത്തോളി. അപ്പൊ ഏതായാലും തീരുമാനമായി. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വിവരമില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയ വിവരം ഒന്നുകൂടി ഇപ്പൊ എനിക്ക് ഉറപ്പായി. എന്നാൽ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഹുസൈൻ സലഫിയെ മണ്ടന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന് സൃഷ്ടികളെ ഉപയോഗിക്കാൻ പാടില്ല, അത് കുഫ്രിയത്തിന്റെ വാദമാണെന്ന് ഹുസൈൻ സലഫി പറഞ്ഞ് ക്ലിപ്പിട്ട് നിങ്ങൾ കേൾപ്പിച്ചല്ലോ. അത് നിങ്ങൾക്ക് പറ്റിയൊരു മണ്ടത്തരാണ്. റഷീദിനെ പോലത്തെ മണ്ടന്മാർക്ക് പറ്റിയ ഒരു
മരമണ്ടത്തിലാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ഹുസൈൻ സലഫി മണ്ടനാണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. നിങ്ങളെ പറഞ്ഞോളി, ഞാൻ പറഞ്ഞ വ്യാഖ്യാനിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ മുഖമില്ലാത്തതെല്ലാം പിന്നെ നശിച്ചു പോകും, ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ പിന്നെ സലഫിയെ ജനത്ത് സലഫിയെ നിങ്ങളൊന്ന് പബ്ലിക് നോക്ക്. എല്ലാ ശ്രോതാക്കളും ചിരിക്കുന്നത്. എന്താ ചിരിക്കുന്നത്? എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവുക ഒരു കാര്യം, ഇത് നമ്മളെ ഈ മുസല്ലിമത്തുൽ കദ്ദാബ് ഉണ്ടല്ലോ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയാണെന്ന് വാദിച്ചു വന്ന മുസല്ലിമത്തുൽ കദ്ദാബ് അല്ലേ സുഹൃത്തുക്കളെ? നന്നായിട്ട് കേൾക്കണം, ലജനത്ത് സൽഫിയ അല്ലേ? അപ്പോ ഈ മുസൈലിമത്തുൽ കദ്ദാബിനോട് അവന്റെ അനുയായികൾ പറഞ്ഞ്, എല്ലാ ഇങ്ങനെ നബി ഇങ്ങനെ അയാളുടെ അനുയായികൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് രോഗം വന്നാൽ അത് മാറ്റിക്കൊടുക്കുന്നുണ്ട്, കണ്ണ് പൊട്ടിയാൽ അത് മാറ്റിക്കൊടുക്കുന്നുണ്ട്, അതുപോലെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്നുണ്ട്, നിങ്ങളെന്താ അങ്ങനെയൊന്നും മാറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോ മുസൈലിം കദ്ദാബ് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ കണ്ണൊന്നും ആയിരിക്കും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉണ്ട്, ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണ്ണ് മാത്രം പൊട്ടിയ ഒരാളെ കൊണ്ടുവന്നു. ഒരു കണ്ണിന് കാഴ്ചയുണ്ട്, മറ്റേ കണ്ണ് പൊട്ടിയിട്ടുണ്ട്. അപ്പോ കൊണ്ടോ നേരെ ഈ ചങ്ങാതി ചോദിച്ചു, അല്ല മുഹമ്മദ് നബി എങ്ങനെ സുഖപ്പെടുത്തിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് തുപ്പല് വരട്ടിയിട്ടാന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തുപ്പല് വരട്ടിയിട്ട് അവരങ്ങനെയാന്നല്ലോ പറയാ. അപ്പോ ഈ മുസൈലിത്തെ കഥ എന്ത് ചെയ്ത് കറാമത്ത് കാണിക്കാൻ തുടങ്ങി. മൂപ്പന്റെ നാറിയ തുപ്പലെടുത്തിട്ട് എന്ത് ചെയ്ത് ഇയാളുടെ കാഴ്ച ഇല്ലാത്ത കണ്ണിലേക്ക് അങ്ങ് വെച്ച്. അപ്പൊ എന്ത് ചെയ്ത് അങ്ങോട്ടത്തെ കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ അവവും കൂടിയും പൊട്ടി. അപ്പൊ എന്താക്കണോ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എന്താക്കണം? അപ്പോ ഇവൻ കള്ളനാണ്, നബിയല്ലാന്ന് വിശ്വസിക്കണ്ടേ? അപ്പൊ അനുയായികൾ എന്ത് പറഞ്ഞിരുന്നോ? അനുയായികൾ എന്താ പറഞ്ഞത് സുഹൃത്തുക്കളെ? ഇപ്പൊ നബിയാന്ന് ഉറച്ച്. കാരണം കാഴ്ചയില്ലാത്ത കണ്ണിന് തുപ്പല് വരട്ടിയപ്പോ കാഴ്ച ഉള്ളോ കൂടി പൊട്ടിപ്പോയില്ലേ? അപ്പൊ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവൻ നബിയാന്നുള്ള വെച്ച് ഹിദായത്ത് അല്ലാഹ് കൊടുക്കാത്തില്ല. അങ്ങനെയാ തീരുമാനിക്കുക. എന്താ അവര് പറഞ്ഞത് ശരിയല്ലേ? ഒരു അത്ഭുതം ഇല്ലാതെ നടന്ന് കാഴ്ച ഇല്ലാത്ത കണ്ണിന് വെച്ചപ്പോ കാഴ്ച ഉള്ള കണ്ണും കൂടി എന്തായി പൊട്ടിപ്പോയി. ആ രൂപത്തിലാണ് മൂപ്പരിപ്പോ സംസാരിക്കുന്നത്. മൈക്ക് എടുത്തിട്ട് ഏതായാലും ലജനത്ത് സൽഫിയന്റെ മൈക്ക് എടുത്തോളൂ. ഇപ്പൊ ഏതായാലും ഇൻഷാല്ലാ നല്ല ചർച്ചയായിട്ടുണ്ട്. എല്ലാം മൗലവി ഒരു കാര്യത്തിൽ അറിവില്ലെങ്കിൽ അറിവില്ലാത്ത കാര്യം ഇങ്ങനെ ജനങ്ങളെ മുന്നിൽ വിളിച്ചു പറയുമ്പോ അല്പം ഒന്ന് നാണിക്കണ്ടേ? ഒരു ചർച്ച നടത്തുമോ? ഏതില്ല നിങ്ങൾക്ക് രണ്ടാളെ ഈ കേൾക്കുന്ന ശ്രോതാക്കളിൽ നിന്ന് രണ്ടാളെ നിങ്ങളുടെ സെൽഫിയത്തിലേക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ഒരു പണിയെടുക്കുമ്പോ അതിനൊരു ലാഭക്കച്ചവടമായിരിക്കണ്ടേ? ഉള്ളതും കൂടി ഇതാണോ സെൽഫി എന്നും വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നേ, നമുക്ക് ഒരു നഷ്ടമൊന്നുമില്ല. നമുക്ക് നിങ്ങളെ അടുത്ത് ഇങ്ങോട്ട് വരുവാണ്ട് അതിന്റെ ഒരു ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ എന്നുള്ളത് പറഞ്ഞതാ. നിങ്ങൾ എത്ര തോന്നിയ പറഞ്ഞാലും നമുക്ക് വിഷയമൊന്നുമില്ല. ഏതായാലും ഇൻഷാല്ലാ ഹുസൈൻ സൽഫിന്റെ ബെച്ചെല്ലാം മൂപ്പർക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ ഹുസൈൻ സൽഫിനെ ഏതായാലും മൂപ്പർ നന്നാക്കണ്ട. അതുകൊണ്ട് ഹുസൈൻ സൽഫിന്റെ ഇപ്പൊ മൈക്കിൽ വന്നത് ഹുസൈൻ സലഫി തന്നെ പോലെ എന്ന് പറയുന്ന നേരത്തെ കേൾപ്പിച്ചാന്നല്ലേ അല്ലേ? അപ്പൊ ഏതായാലും ഇവരുടെ വൈരുദ്ധ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാല്ലാ പിന്നെ ഇന്നിപ്പോ ആദർശ ചർച്ചന്റെ സമയം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. പ്രശസ്തമായ ചോദ്യങ്ങളിലേക്ക് വല്ലതുണ്ടെങ്കിൽ ഇൻഷാല്ലാ ലജനത്ത് സൽഫിയക്ക് വരാം. ഇത് ഏതായാലും ഇൻഷാല്ലാ ഇത് കവറടക്കിയെടുത്തുനിന്ന് ഇതായാലും ഇൻഷാല്ലാ നിങ്ങൾ മാന്താൻ നിൽക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. ഉസ്താദ് മൈക്കെടുത്ത ശേഷം ഇൻഷാല്ലാ നിങ്ങൾക്ക് മൈക്കെടുക്കാം. എല്ലാവർക്കും നമ്മുടെ മുതുകുറ്റിയും കൈപൊക്കിയത് കാണുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. മൂപ്പര് പിന്നെ എന്തെങ്കിലും കാര്യമായ വിശേഷം ഉണ്ടെങ്കിലാണ് മൈക്കിലേക്ക് വരാറുള്ളത്. അതുകൊണ്ട് അവർ മൈക്കെടുത്ത ശേഷം ഇൻഷാല്ലാ നമ്മുടെ മനനായ ലജനത്ത് സൽഫിയക്ക് മൈക്കെടുക്കാം. നിങ്ങൾ ഇത്രയും ചോദിച്ചതിൽ, നിങ്ങളെ പിന്നെ പഠിക്കാനുള്ള ആ ശ്രമം നടത്തിയതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. നമ്മളെ ലജന പോയില്ലേ, മൂപ്പര് ലാസ്റ്റ് പറഞ്ഞ എന്താ നിങ്ങൾ കേട്ടോ? അത് മുസ്ലിങ്ങളുടെ വിശ്വാസാണ്. എന്ത് ദൈവത്തിന്റെ കയ്യും കാലും എല്ലാം നശിക്കും എന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണല്ലോ. മുസ്ലിമിന്റെ പിന്നെ എല്ലാവരും മൊത്തക്കുത്തകൾ നിങ്ങൾ എടുക്കണ്ട, അത് മുജാഹിദിന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ മതി.
അത് മുജാഹിദിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കൈയും കാലും എല്ലാം നശിച്ചു പോയിട്ട് മുഖം മാത്രം ബാക്കിയാകുന്നൊരു ദൈവം മുസ്ലിമീങ്ങൾക്ക് എന്തായാലും ഇല്ല. അത് മുജാഹിദിനുള്ളതാ. അത് ഞങ്ങൾക്ക് വേണ്ട, ആ ദൈവത്തിന് നിങ്ങൾക്ക് തന്നു. അത് മുജാഹിദേ നിനക്ക് തന്നു, ഞങ്ങൾക്ക് വേണ്ട. ആ ദൈവത്തിന്, ആ നശിച്ചു പോകുന്ന ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ട, നീ കൊണ്ടുപോയിക്കോ. എന്നിട്ട് മുസ്ലിമിന്റെ വിശ്വാസമാണ്. ലജ്ന അതും പറഞ്ഞുകൊണ്ട് പോയി. ഒരു ചാൻസ് കിട്ടിയപ്പോ ലജ്ന പോയി. വിടൂല, ഇൻഷാല്ല നാളെയെങ്കിലും വാ, നമുക്ക് ഈ ചർച്ച തന്നെ കൊണ്ടുപോകും ഞാൻ. അത് ശരി, അള്ളാഹുവിനുള്ള വിശ്വാസം ഒന്ന് നേരെയാവണ്ടേ. ബാക്കിയെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ല തെറ്റും കുറ്റമൊക്കെ വന്നുപോയാൽ അത് തൗബ കൊണ്ട് മാപ്പ് കിട്ടുമായിരിക്കും. പക്ഷെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിലായി ഇപ്പോഴ് അവര് വിശ്വസിക്കുന്നത് ആരില്ല? അള്ളാഹുവിലാണോ? അല്ല, അവര് വിശ്വസിക്കുന്നത് ഏതോ ഒരു പോത്താമ്പി ദൈവത്തില്, ഏതോ ഒരു പോത്താമ്പി ദൈവത്തിന് വിശ്വസിക്കുന്ന ഇവരെ പേര് മോമിനാണേലോ, ഇവരെ പേരാണേലോ മുസ്ലിം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ഇത് തമാശയായിട്ട് പറയുന്നില്ല, വളരെ ഗൗരവമുള്ള വിഷയമല്ലേ ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇവർ വാദിക്കുന്നത് എങ്ങനെയാണ്? കൈ, കാല്, ശരീരം, അവയവം, കണങ്കാല്, നഖം ഒന്ന് പറയോ? മുജാഹിദിൽ ആർക്കാ പറയാൻ ധൈര്യമല്ലേ? തലച്ചോറുണ്ട്, ഇതുവരെ എഴുതി വെച്ച് കണ്ടിട്ടില്ല തലച്ചോറിന്റെ ഞങ്ങളെ ദൈവത്തെ. കാരണം ചിന്തിക്കാൻ ശക്തിയില്ലാത്ത ദൈവമാണ് മുജാഹിദിന്റെ ദൈവം. കാരണം തലച്ചോറിന്റെ ഇതുവരെ എഴുതിയിട്ടില്ല. എന്നാലും കേട്ടാ, എന്നാ തലച്ചോറുള്ള ദൈവമാണ് നിങ്ങൾ എഴുതി ഇല്ല. സത്യത്തിൽ മുജാഹിദിന്റെ ദൈവത്തിന് തലച്ചോറില്ലാത്ത ദൈവമാണ്. എന്തെങ്കിലും ഒരു എഴുതിയില്ല തലച്ചോറുണ്ട്. ബ്രെയിൻ എന്തെങ്കിലും ഇതുവരെ എഴുതി കണ്ടിട്ടില്ല. ഇതിനർത്ഥം എന്താ? മുജാഹിദിന്റെ ദൈവത്തിന് തലച്ചോറില്ലാത്ത ദൈവമാണ് മുജാഹിദേ നിന്റെ ദൈവം. ആ തലച്ചോറില്ലാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്ന മുജാഹിദേ, കൈയും കാലും തലയും വാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മുജാഹിദേ, സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാ? ഏതോ ഒരു പോത്താമ്പി ദൈവത്തിലാ. ആ ദൈവം ലോക മുസ്ലിമീങ്ങളുടെ ദൈവവുമായി അള്ളാഹുവുമായി ഒരു ബന്ധവും ഇല്ല. ഇതാണ് നമുക്ക് കൺക്ലൂഷനായിട്ട് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇഷ്ടമായി കൊടുത്തോളൂ. അസ്സലാമു അലൈക്കും.